രാമായണത്തെ അധികരിച്ചിട്ടുള്ളൊരു പ്രഭാഷണം എന്ന് പറയുമ്പോൾ അതിഗഹനമാകും, അതിവിശാലമാണ്. ആ വിഷയം തന്നെ അനന്തമായിട്ട് കിടക്കുന്ന, അതിർത്തികളില്ലാത്ത, വ്യത്യസ്ത സംസ്കാരങ്ങളുടെ, വ്യത്യസ്ത ചിന്താധാരകളുടെ, വ്യത്യസ്ത തരത്തിലുള്ള വിശ്വാസങ്ങളുടെ സമന്വയമാണ് രാമായണം. രാമായണമെന്ന് പറഞ്ഞാൽ തന്നെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള അർത്ഥം എന്താ? ലോകപ്രശസ്ത താത്വികാചാര്യന്മാർ സംസ്കാരത്തിനെ നിർവചിച്ചിട്ടുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ അടക്കം തൊട്ടടുത്തിരിക്കുന്നവനെ തന്നെപ്പോലെ പരിഗണിക്കുക, അതാണ് ഏറ്റവും വലിയ ഉദാത്തമായ സംസ്കാരം. ആ ഒരു ധാരണ ഇല്ലാത്ത ലോകത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത്. മറ്റുള്ളവരെ മനുഷ്യനായിട്ട് പരിഗണിക്കാത്ത വലിയൊരു മഹാജനതയുള്ള ലോകമാണ് ഇന്നത്തെ ലോകം, നമ്മുടെ രാജ്യമടക്കം. അപ്പം അങ്ങനെയുള്ള മനുഷ്യർ സ്ഥിതി ചെയ്യുന്നൊരു ലോകത്തിൽ ആവശ്യമായിട്ട് വായിച്ചിരിക്കേണ്ട ഒരു ഗ്രന്ഥമാണ് രാമായണം. ഒരു ഗ്രന്ഥത്തിനെ നമ്മൾ സമീപിക്കുമ്പോൾ അതിൻ്റെ അന്തസത്ത എന്താണെന്നാണ് പരിശോധിക്കേണ്ടത്. ഇതിഹാസങ്ങളുണ്ട്, വേദങ്ങളുണ്ട്, ഉപനിഷത്തുകളുണ്ട്, മഹാഭാരതത്തിൽ തന്നെ ഭഗവത്ഗീതയുണ്ട്, വിശുദ്ധ ഖുർആനുണ്ട്, വിശുദ്ധ ബൈബിളുണ്ട്, ഗുരുനാനക്കിൻ്റെ ഗ്രന്ഥങ്ങളുണ്ട്. അങ്ങനെ പല ഗ്രന്ഥങ്ങളും ലോകപ്രശസ്തമായിട്ടുള്ള ബുദ്ധമത സൂക്തങ്ങളും ജൈനമത സൂക്തങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഏത് ഗ്രന്ഥത്തിനെയും നമ്മൾ സമീപിക്കുമ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തിനെ പരിശോധിക്കണം. അതിൻ്റെ കണ്ടൻറ് എന്താണ്? ആ ഉള്ളടക്കത്തിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ടാണ് നമ്മൾ ഗ്രന്ഥത്തിൻ്റെ സ്വഭാവത്തിനെ നമ്മൾ പഠിക്കേണ്ടതും അതിനെ പരിശോധിക്കേണ്ടതും. ആ ഗ്രന്ഥത്തിലെ കഥാപാത്രങ്ങൾ ലോകത്തോട് പറയുന്നത് എന്താണ്, സമൂഹത്തോട് പറയുന്നത് എന്താണ് എന്നനുസരിച്ചാണ് ഗ്രന്ഥം നമ്മൾ പഠിക്കേണ്ടത്. ഇപ്പം രാമായണം ലോകപ്രസക്തമാകുന്നത്, കാലിക പ്രസക്തമാകുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം കാലിക പ്രസക്തമാകുന്നത് അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെ കൊണ്ടാണ്. ഓൾവേസ് റെലവൻറ്റ്. ആ ഉള്ളടക്കം അത്ര ഗംഭീരമാണ്, ഗഹനമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളിന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയ ദുരിതം, ഇന്ത്യയിലടക്കം ബഹുഭൂരിഭാഗം ആൾക്കാരും രാമായണവും വായിച്ചിട്ടില്ല, മഹാഭാരതവും വായിച്ചിട്ടില്ല. ഉപനിഷത്ത് പിന്നെ വായിക്കുന്നവർ വളരെ വളരെ കുറവാണ്. കാരണം അത് ഗഹനമായിട്ടുള്ള സംഭവമാണ്. ഒരു സാധാരണ മലയാള നോവൽ വായിക്കുമ്പോൾ, ഇംഗ്ലീഷ് സാഹിത്യം വായിക്കുമ്പോൾ അത് പഠിക്കാതെ, അത് വായിക്കാതെ എങ്ങനെയാണ് ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ വർത്തമാനം പറയുക? ഗാന്ധിയുടെ ആത്മകഥ വായിക്കാതെ എങ്ങനെയാണ് ഗാന്ധിയെക്കുറിച്ച് പറയുക? കാറൽ മാർക്സിൻ്റെ തിയറികൾ വായിക്കാതെ എങ്ങനെയാണ് മാർക്സിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റുക? ഇന്നത്തെ ലോകത്തിൽ അതല്ല, വെറുതെ ഇങ്ങനെ ഓരോന്നിരുന്നിങ്ങനെ പറയും ഓരോരുത്തർ. ഗഹനമായൊരു സമീപനം ഒന്നിനോടുമില്ല ബഹുഭൂരിഭാഗം വരുന്ന ജനതയ്ക്കും. ഉപരിപ്ലവമായിട്ട് പഠിക്കുക അല്ലെങ്കിൽ ഉപരിപ്ലവമായിട്ട് സമീപിക്കുക എന്നുള്ളതാണ് പലരും കൈക്കൊള്ളുന്ന ഒരു സമീപനം. ഗഹനമായിട്ട് പഠിക്കുന്നവർ വളരെ വിരളമാണ്. ഈ വായന എന്ന് പറയുന്നത് രാമായണം വായിക്കുമ്പോൾ, മഹാഭാരതം വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ബൈബിള് വായിക്കുമ്പോഴെല്ലാം ഓരോ തവണ വായിക്കുമ്പോഴും ഓരോ പുതിയ പുതിയ ആശയങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. പുതിയ പുതിയ വിജ്ഞാന സമ്പത്തിൻ്റെ ഉടമയായിട്ട് നമുക്ക് മാറാൻ സാധിക്കും. ഓരോ കാഴ്ചപ്പാടിലൂടെ രാമായണം വായിക്കാം. എല്ലാവിധ കഥകളെയും വ്യത്യസ്ത രീതിയിൽ കാണാൻ പറ്റും ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും. പക്ഷെ അങ്ങനെ വായിക്കുമ്പോൾ മനസ്സ് സ്വതന്ത്രമായിട്ട് വായിക്കണം. ഒരു പ്രത്യേക വിശ്വാസത്തിൽ അധിഷ്ഠിതമായി മുൻവിധിയോടുകൂടി ഒരു ഗ്രന്ഥത്തിനെ സമീപിക്കാൻ പാടില്ല എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ള പാഠം. ഈ വലിയ വലിയ ചിന്തകന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുള്ളൊരു പാഠം. വാത്മീകി ഈ ലോകത്തിനോട് പറയുന്നത് തുടക്കം തന്നെ, ചിന്താമഗ്നനായിട്ടുള്ള വാത്മീകി മഹർഷിയുടെ മുന്നിൽ നാരദമുനി പ്രത്യക്ഷപ്പെടുകയാണ്. ആ നാരദര് വാത്മീകിയോട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്താ മഹാമുനി ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്നത്? അപ്പോഴാണ് വാത്മീകിയുടെ ഉത്തരം വരുന്നത്, ഞാൻ ഈ ലോകത്തിൽ ഏറ്റവും സത്യവാനും ധർമ്മിഷ്ഠനും വീര്യവാനും
ഏറ്റവും സദ്ഗുണങ്ങളും നിറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. അതാണ് നിങ്ങളുടെ നോട്ടീസിൻ്റെ ഏറ്റവും വലിയ ആപ്തവാചകമായിട്ട് ഇവിടെ എഴുതിയിരിക്കുന്നത് തന്നെ. കോ നസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കശ്ച വീര്യവാൻ ധർമ്മജ്ഞശ്ച കൃതജ്ഞശ്ച സത്യവാക്യോ ദൃഢവ്രത. എന്നാണ് വാത്മീകിയുടെ ചോദ്യം. ഏറ്റവും ഗുണവാനായ, സത്യവാനായ, ദൃഢവീര്യമുള്ള, ഏറ്റവും മര്യാദയോടുകൂടി പെരുമാറുന്ന, സഹിഷ്ണുതയുടെ സ്വഭാവത്തിൻ്റെ പ്രതീകമായ ധർമ്മരൂപനായിട്ടുള്ള ഒരാൾ ലോകത്തിലുണ്ടോ എന്ന് ചോദ്യത്തിന് ഉത്തരം നാരദർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെയുള്ളൊരു മനുഷ്യന്മാരൊന്നും ഈ പ്രപഞ്ചത്തിലില്ല. ഇനി അങ്ങനെ ഏതാണ്ട് ഈ ഗുണങ്ങളൊക്കെ ഏതാണ്ട് നിറഞ്ഞിട്ടുള്ള ഒരാളുണ്ടെങ്കിൽ അത് അയോധ്യ ചക്രവർത്തി ദശരഥൻ്റെ പുത്രനാണ് രാമൻ. എൻ്റെ രാമകഥ നാരദർ പറഞ്ഞു കൊടുക്കുക കുറേയൊക്കെ. അപ്പം രാമകഥ കേട്ടുകൊണ്ട് വളരെ ദുഃഖപൂരിതമായ ഹൃദയമായി മാറിയ വാത്മീകിയുടെ രാമായണമെന്ന് പറഞ്ഞാൽ ദുഃഖത്തിൻ്റെ കഥയാണ്. ഒരു പേജിൽ പോലും അതിൽ സന്തോഷമില്ല. ഈ ഭക്തി പുരസ്സരം വായിക്കുമ്പോൾ ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. ദുഃഖവും കാണാൻ പറ്റില്ല, ഭക്തി സന്തോഷവും കാണാൻ പറ്റില്ല. അത് രാമനെ മാത്രമേ കാണുള്ളൂ. ഒരു സാഹിത്യ പഠനം നടത്തുമ്പോൾ, ചരിത്ര പഠനം നടത്തുമ്പോൾ, താത്വിക പഠനം നടത്തുമ്പോൾ അതിൻ്റെ ആഘാതതയിലേക്ക് ഇറങ്ങി ചെല്ലണം. അപ്പം ദുഃഖപൂരിതമായ ഹൃദയമായി രാമൻ്റെ കഥ കേട്ടുകൊണ്ട് വാത്മീകി. അപ്പം നാരദർ അപ്രത്യക്ഷമാകുന്നതിന് മുൻപ് പറഞ്ഞു, ഇനി മഹാമുനി രാമായണം കഥ മുഴുമിപ്പിച്ചോളൂ എന്നോട്ട് അന്തർദാനം ചെയ്യുന്നതും. അപ്പം ശിഷ്യനായ ഭരദ്വാജനോടുകൂടി വന്ദനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നദിയിൽ കുളിക്കാനിറങ്ങി തിരിച്ചു വരുമ്പോൾ നദീതീരത്തുള്ളൊരു വൃക്ഷത്തിൻ്റെ കൊമ്പിലിരുന്ന് രണ്ട് പക്ഷികളിൽ ഒരു പക്ഷിയെ വേടൻ അമ്പെയ്ത് ഒരു പക്ഷി മരിച്ചു വീഴുന്ന കാഴ്ചയാണ് മഹാമുനി കാണുന്നത്. അപ്പോൾ കൂടുതൽ ദുഃഖപൂരിതമായി മനസ്സ്. രാമകഥ കേട്ടുകൊണ്ട് ദുഃഖം തളം കെട്ടി നിന്നിരുന്ന മനസ്സിൽ പക്ഷിയുടെ ഈ മരണം കണ്ടതോടുകൂടി ഘനീഭവിച്ച ദുഃഖം അദ്ദേഹത്തിനെ നിറഞ്ഞു നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് പുറത്തു വന്ന 4 അക്ഷരമാണ് മാ നിഷാദ, അരുത് കാട്ടാള. മാ എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അത് രാമായണമാണ്. അരുത്, അരുത് അനീതി, അരുത് അധർമ്മം, അരുത് അസത്യം, അരുത് അസഹിഷ്ണുത, അരുത് അപമര്യാദ, അരുത് ഈ തിന്മയുടെ മാർഗം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൻ്റെ പേരാണ് രാമായണം. എന്നാൽ ഇന്നത്തെ ലോകത്തിൽ രാമനെ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ കാര്യങ്ങൾക്കെതിരായിട്ടുള്ള കാര്യത്തിലാണ്. അവിടെയാണ് രാമായണം ഗഹനമായി പഠിക്കാത്തതിൻ്റെ കുഴപ്പം. വാത്മീകി തുടങ്ങുകയാണ് കവൻ, ഞാനിതാ ഒരു മനുഷ്യനെക്കുറിച്ച് കഥ പറയുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് ശ്രീരാമചന്ദ്രൻ. വാത്മീകി രാമായണത്തിൽ രാമനെ ദൈവമായിട്ട് എവിടെയും ചിത്രീകരിച്ചിട്ടില്ല. രാമൻ പച്ചയായ മനുഷ്യനാണ്. ആ മനുഷ്യ ജീവിതത്തിൻ്റെ സകല ദുഃഖങ്ങളെയും സകലമാന വിധത്തിലുള്ള പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും എങ്ങനെ തരണം ചെയ്യാമെന്ന് ഒരു മനുഷ്യനിലൂടെ കാണിച്ചു തരികയാണ് മഹാമഹർഷി. അതിൻ്റെ അവസാനം വരെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും എങ്ങനെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ദൈവീക പദവിയിലേക്ക് എത്താൻ പറ്റും പ്രവൃത്തിയിലൂടെ എന്ന് കാണിച്ചു തരുന്ന ഗ്രന്ഥമാണ് രാമായണം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ജീവിതക്രമത്തിലൂടെ നമുക്ക് കാണാം യുഗപ്രഭാവനായൊരു ജീവിതമായിരുന്നു. മഹാത്മാഗാന്ധിജിയുടെ പ്രവൃത്തിയും ചിന്തയും കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം യുഗപ്രഭാവനായിട്ടുള്ള ചരിത്ര പുരുഷനായി അദ്ദേഹം മാറി. പ്രവൃത്തിയാണ്, ചിന്തയാണ് മഹത്വമുണ്ടാക്കുന്നത്, അല്ലാതെ ഏത് വീട്ടിൽ ജനിച്ചു എന്നുള്ളത് കൊണ്ടല്ല. അപ്പോൾ പ്രവൃത്തിയും ചിന്തയും വാക്കുമാണ് എന്താണ് എന്ന് നമ്മളെ കൊണ്ട് ധരിപ്പിക്കുന്ന ഗ്രന്ഥത്തിൻ്റെ പേരാണ് രാമായണം. ആ രാമൻ ജീവിതകഥ തുടങ്ങുമ്പോൾ തന്നെ വിശ്വാമിത്ര മഹർഷിയുടെ ആജ്ഞപ്രകാരം ദശരഥ മഹാരാജാവിൻ്റെ
അനുവാദത്തോടുകൂടി ദശരഥൻ മനമില്ലാ മനസ്സോടുകൂടി വിശ്വാമിത്രനോടൊപ്പം കാട്ടിലേക്ക് അയക്കുന്നു. ചെറിയ കുട്ടികളാകുമ്പോൾ രാമലക്ഷ്മണന്മാർ കാട്ടിലേക്ക് അയക്കുമ്പോൾ വിശ്വാമിത്രൻ മഹർഷി അവരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് തൻ്റെ യാഗം മുടക്കുന്ന രാക്ഷസന്മാരെയും രാക്ഷസികളെയും കാട്ടാളന്മാരെയും ഒക്കെ വധിക്കാൻ വേണ്ടിയിട്ടാണ്. യാഗം തടസ്സമില്ലാതെ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പം ദശരഥന് സങ്കോചമുണ്ട്, ഇത് ചെറിയ കുട്ടികളാണ്, ഇവരെ രാക്ഷസന്മാർ ഉപദ്രവിച്ചാലോ ജീവഹാനി വരുത്തിയാലോ. ഇപ്പം വിശ്വാമിത്രൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. വിശ്വാമിത്രൻ അതിപ്രഗത്ഭനായ അപാരമായിട്ടുള്ള മഹാഋഷിമാരുടെ എല്ലാവിധ തപോശക്തിയുള്ള വലിയ മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രപഞ്ചത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനും പ്രപഞ്ചത്തിലെ എല്ലാവിധ സംഹാരരുദ്രമായ പ്രതിഭാസങ്ങളെ തടഞ്ഞു നിർത്താനുമുള്ള തപശക്തിയുണ്ട് വിശ്വാമിത്രൻ. അപ്പോൾ വിശ്വാമിത്രൻ ഇവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ആണ് അദ്ദേഹം ഓരോ രാക്ഷസന്മാരെയും രാക്ഷസിമാരെയും ഒക്കെ യാഗം മുടക്കുന്നവരെ രാമൻ വധിച്ചുകൊണ്ട് തിരിച്ച് ആ യജ്ഞം പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുന്നത്. അങ്ങനെയുള്ള വിശ്വാമിത്രൻ്റെ ശിഷ്യത്വമാണ് രാമൻ അന്ന് മുതൽ സ്വീകരിക്കുന്നത്. വിശ്വാമിത്രൻ പണ്ഡിതോചിതമായിട്ടുള്ള തത്വോപദേശങ്ങൾ നൽകി, അല്ലെങ്കിൽ ആയുധങ്ങൾ എങ്ങനെ ഉപയോഗിക്കണമെന്നുള്ള ഉപദേശങ്ങൾ നൽകി രാമലക്ഷ്മണന്മാരെ അവരുടെ ചിന്താമണ്ഡലത്തിലേക്ക് പുതിയ ചിന്താസരണികളെ കൊടുത്തുവിട്ടു. രാമൻ തിരിച്ചു വരുന്ന സമയത്താണ് ജനകരാജാവിൻ്റെ മകളായ സീതയുണ്ട് എന്നറിയുന്നതും വിശ്വാമിത്രത്തിൻ്റെ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനക മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പോയി സീതാദേവിയെ വിവാഹം കഴിക്കുന്നതും അച്ഛൻ്റെയും അമ്മയുടെയൊക്കെ അനുവാദത്തോടുകൂടി വിവാഹം കഴിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ അനുജന്മാർ ജനക മഹാരാജാവിൻ്റെ 3 മക്കളെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ 4 പെൺകുട്ടികളെയും 4 സഹോദരന്മാർ വിവാഹം കഴിക്കുന്നു. ഊർമിളയെയും മാണ്ഡവിയെയും എല്ലാം ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ശ്രുതകീർത്തിയെയും ഒക്കെ കല്യാണം കഴിച്ചു കൊണ്ടുവരുന്നു. ഇപ്പോൾ വാത്മീകി ഇവിടെ തുടങ്ങിയ ദുഃഖം, വാത്മീകിയുടെ ഈ പക്ഷി മരിച്ചു വീഴുന്ന കണ്ടിട്ടുള്ള കഥ വാത്മീകി എടുത്ത് എഴുതുവാൻ തുടങ്ങുമ്പോൾ വാത്മീകി ആ ദുഃഖത്തിൻ്റെ പിറകിൽ പോവുകയാണ്. ആ ദുഃഖത്തിലൂടെ സഞ്ചരിച്ച് വാത്മീകി എത്തുന്നത് അയോധ്യയിലാണ്. അയോധ്യയിൽ അദ്ദേഹം ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ചയാണ് രാമായണത്തിൻ്റെ ആരംഭം. എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന തർക്കം അവിടെ കാണുന്നു. രാമനാണോ രാജാവാകേണ്ടത്, ഭരതനാണോ രാജാവാകേണ്ടത്? ദശരഥനാണെങ്കിൽ 3 ഭാര്യമാരാണ്. ശ്രീരാമന് ഒരു ഭാര്യ മാത്രമുള്ളത് കൊണ്ടാണ് വേറെ കലാപങ്ങളൊന്നും നടക്കാതിരുന്നത് രാമായണത്തിൽ. ദശരഥൻ്റെ പാത മകൻ പിന്തുടർന്നില്ല. ദശരഥ മഹാരാജാവിൻ്റെ 3 ഭാര്യന്മാരിൽ കൈകേയിയുടെ സ്വാധീനം വളരെ വലുതായിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയുന്ന കഥ, കൈകേയിയുടെ ആജ്ഞാനുസരണം ദശരഥന് അവർക്ക് വഴങ്ങിക്കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് പണ്ട് കൊടുത്ത വരം നിറവേറ്റുന്നതിന് വേണ്ടി രാമൻ കാട്ടിലേക്ക് പോകാനും ഭരതൻ രാജവാഴ്ച നടത്താനും അങ്ങനെയുള്ളൊരു പ്രതിജ്ഞ ദശരഥനെ കൊണ്ടെടുപ്പിക്കുന്ന ചിത്രമൊക്കെ നമുക്കറിയാം. അപ്പോൾ അവിടെ കാണുന്നതെന്താ? ദുഃഖം തളം കെട്ടി നിൽക്കുന്നൊരന്തരീക്ഷം. രാമായണ കഥകളിൽ മുഴുവൻ ദാമ്പത്യ ജീവിതത്തിൻ്റെ ദുഃഖമാണ് പറയുന്നത്. ഗാർഹസ്ഥ്യത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുഃഖം ദാമ്പത്യത്തിൻ്റെ ഇടയിൽ. ദശരഥൻ, കൗസല്യ, കൈകേയി, സുമിത്ര എത്ര ഗഹനമായ ദുഃഖം അനുഭവിച്ചവരാ അവർ ജീവിതത്തിലുടനീളം. കല്യാണം കഴിച്ചു 4 കുട്ടികളും. 4 കുട്ടികളുടെയും ദാമ്പത്യം തകർന്ന് തരിപ്പണമായി. കല്യാണം കഴിച്ച് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ കാട്ടിൽ പോവുകേണ്ടി വരുന്നു ശ്രീരാമനും സീതയ്ക്കും. സീതയോട് വരണ്ട എന്ന് പറയെങ്കിലും സീതയെ കൊണ്ട് വാത്മീകി പറയിപ്പിക്കുന്ന ധീരോദാത്തമായിട്ടുള്ള വചനങ്ങളൊക്കെയുണ്ട്. ഞാൻ മുന്നിൽ നടക്കും, ലക്ഷ്മണൻ പിന്നിൽ നടക്കും, നിങ്ങൾ നടുവിൽ നടക്കൂ, ഞാൻ നിങ്ങൾക്ക് വഴികാട്ടിയായിട്ട് മുന്നോട്ട് പോകും.
ഇപ്പോഴത്തെ സ്ത്രീകൾ പഠിക്കേണ്ട പാടാ വാത്മീകി പറയുന്നത് കേട്ടോ. രാമായണം ഇങ്ങനെ വായിച്ചാൽ പോരാ, അതിൻ്റെ മെസ്സേജ് ഉൾക്കൊള്ളണം. ആരോടായി പറയുന്നത് സീത? സൂര്യവംശ ചക്രവർത്തിയോട്. കാട്ടിലേക്ക് വരണ്ട, കല്ലുകൊണ്ട് മുള്ളുകൊണ്ട്, നീ പെണ്ണാണ്, വീട്ടിലിരുന്നാൽ മതി എന്നാണ് ശ്രീരാമൻ പറഞ്ഞത്. അവന് മറുപടിയാ, മിണ്ടാതിരിക്കൂ, ഞാൻ മുന്നിൽ നടന്ന് വഴി കാട്ടും, നിങ്ങൾ എൻ്റെ പിന്നാലെ വന്നാൽ മതി എന്നാ പറഞ്ഞ്. പുരുഷ മേധാവിത്വമുള്ള ഇന്ത്യയിൽ ഇന്നത് സ്ത്രീകൾ പറയുന്നുണ്ടായിരുന്നുവെങ്കിൽ ഇപ്പൊ പുരുഷ മേധാവിത്വം അവസാനിച്ചേനെ. ആര് പറയുന്നു ഇവിടെ? ഇന്ത്യയിൽ ഓരോ മിനിറ്റിലും 62 സ്ത്രീകൾ ബലാത്സംഗം ചെയ്യപ്പെടുകയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് അനുസരിച്ച്. അപ്പൊ സീതയുടെ ആ വിപ്ലവ വീര്യം ഓർക്കണം. ഇത് എഴുതിയ ആളെന്നെ സീതയെ കൊണ്ട് പറയിപ്പിക്കുന്നു കേട്ടോ വാത്മീകി. തുഞ്ചത്തെഴുത്തച്ഛനും അത് തന്നെയാണ് പറയിപ്പിക്കുന്നുണ്ട് അധ്യാത്മരാമായണത്തിൽ. അങ്ങനെ കാട്ടിൽ പോകുമ്പോൾ എത്രയോ വലിയ രാജകൊട്ടാരത്തിൽ എല്ലാവിധ സുഖസൗകര്യങ്ങളോടും കൂടി ഭൂഗോളം വാണരുളേണ്ട ശ്രീരാമൻ മരവുരി അണിഞ്ഞുകൊണ്ട് ത്യാഗത്തിൻ്റെതായിട്ടുള്ള പ്രതീകമായി കല്ലും മുള്ളും ചവിട്ടി കാനനവാസിയായിട്ട് ശ്രീരാമൻ കാട്ടിൽ കഴിയുന്നു. അവിടെ തുടങ്ങുന്നു ദുഃഖം. രാമൻ ആരാണ് എന്ന് തേടിയുള്ള യാത്രയാണ് വനയാത്ര. ജീവിതം എന്നുള്ളതൊരു കൊടും കാടാണ്. ആ കാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മൾ ആരാണെന്നറിയുകയുള്ളൂ. ഭഗവത്ഗീത 18 അധ്യായവും എഴുതിയിട്ട് വ്യാസനോട് ചോദിച്ചു, ഇതൊന്ന് ഒറ്റ വാചകത്തിൽ എഴുതി തരാൻ പറ്റുമെന്നാണ് കഥ. അപ്പൊ വ്യാസൻ എഴുതി കൊടുത്ത മറുപടിയാണ് 18 അധ്യായത്തിന് ഒറ്റ വരിയിൽ എഴുതി കൊടുത്തു, അവനവനെ അറിയുക, ഡിസ്കവർ യുവർ സെൽഫ്. നിങ്ങൾ നിങ്ങളെ അറിയുക എന്നുള്ളതാണ് ജീവിതത്തിലെ പരമപ്രധാനമായ ഉത്തരവാദിത്തം. ലോകത്തിലെ 710 കോടി ജനങ്ങളിൽ 99% പേർക്കും അവനവൻ ആരാണെന്നറിയാതെ ജീവിക്കുന്നവരാ നമ്മളൊക്കെ. 1% മാത്രമേ ഞാൻ ആരാണെന്ന് അറിയുന്നുള്ളൂ. അങ്ങനെയുള്ള ആൾക്കാരാണ് യുഗപുരുഷന്മാരും യുഗപ്രതിഭകളുമായിട്ട് മാറുക. ഒരു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി, ഒരു നെൽസൺ മണ്ടേല, ഒരു ശ്രീനാരായണ ഗുരു, ഒരു മാർട്ടിൻ ലൂതർ കിങ്, ഒരു ഏബ്രഹാം ലിങ്കൺ, വിവേകാനന്ദ സ്വാമി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹാപ്രതിഭകൾ അവനവൻ ആരാണെന്നറിഞ്ഞവരാണ്. മനുഷ്യനിൽ അന്തർലീനമായ അസാമാന്യമായ വൈഭവങ്ങളുണ്ട്, പ്രതിഭയുണ്ട്. ആ പ്രതിഭയെ ഉപയോഗിക്കാതെ ജനിച്ച് 80 വയസ്സ് വരെ ജീവിച്ച് ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമായിട്ട് ജീവിക്കുന്നവരാ ബഹുഭൂരിഭാഗം ജനതയും. അന്നും ഇന്നും അവർക്ക് അവരുടെ പ്രതിഭ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ശ്രീരാമൻ്റെ ജീവിതം പരിശോധിച്ചാൽ, ഈ രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളുടെയും ജീവിതം പരിശോധിച്ചാൽ നമുക്കറിയാം ഓരോരുത്തരും അവരവരുടെ പ്രതിഭകൾ എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത്. അതാണ് ജീവിതത്തിൽ നമ്മൾ കാണിക്കേണ്ടത്. അതാണ് ഒരു റൊണാൾഡോ ഉണ്ടാകുന്നത്, ഒരു മെസ്സി ഉണ്ടാകുന്നത്. ആ അസാമാന്യമായ പ്രതിഭകളെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈനംദിനം അതിനെ വളർത്തിക്കൊണ്ടിരിക്കും. മനുഷ്യ ജീവിതത്തിൻ്റെ പ്രധാന കടമ നവീകരണമാണ്. അവനവനെ നവീകരിക്കുക. അവനവനെ ചിന്തയിലും പ്രവൃത്തിയിലും വാക്കിലും നവീകരിക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ പ്രസാദാത്മകമായി ചൈതന്യവത്തായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക. മിക്കവാറും മനുഷ്യന്മാരെന്താ പറയുക, ഓ ആ സാഹചര്യം ഇങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടേനെ, എന്തല്ലായിരുന്നെങ്കിൽ. എന്നാൽ രാമൻ അത് പറയാനേ നേരണ്ടാവുള്ളൂ. ഒക്കെ പ്രതിസന്ധിയാണ് മുന്നിൽ കാണുന്ന മുഴുവൻ. രാമൻ അങ്ങനെ അല്ലായിരുന്നെങ്കിൽ എവിടെയും പറഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധിയും അതിജീവിച്ച് മുന്നോട്ട് പോവുക രാമൻ. ആ രാമൻ പോകുമ്പോൾ സീതയും പോയി. ലക്ഷ്മണൻ പോകുന്നതോ ഏറ്റവും സ്വാർത്ഥിയായ പവിത്രതയുടെ പ്രതീകമായ ഊർമിളയെ ഉപേക്ഷിച്ചുകൊണ്ടാണ്. 14 വർഷം ഒരു തെറ്റും ചെയ്യാത്ത ഊർമിള ഭർത്താവില്ലാതെ കഴിഞ്ഞുകൂടി അന്തപുരത്തിൽ. എന്തൊരു ത്യാഗം, എന്തൊരു മഹാത്യാഗി, എന്തൊരു വലിയ ക്ഷമയുടെ സഹനശക്തിയുടെ പ്രതീകം. ഒരു തെറ്റും ചെയ്യാതെ ഭർത്താവിൽ നിന്ന് വേറിട്ട ആ രാമായണ കഥയിലെ ഏറ്റവും തേജസ്വിനിയായ നാരീരത്നം. സീത ഒന്നുമില്ലെങ്കിൽ ഭർത്താവിൻ്റെ ഒപ്പം നടക്കാനെങ്കിലും പറ്റി. ഊർമിളയ്ക്കത് പറ്റിയില്ല. മാണ്ഡവിക്കും ശ്രുതികീർത്തിക്കും ഭർത്താക്കന്മാരോടൊപ്പം താമസിക്കാൻ പറ്റി, ഭരതൻ്റെയും ശത്രുഘ്നൻ്റെയും ഒപ്പം.
ഊർമിളയുടെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. ദുഃഖം മാത്രം കടിച്ചമർത്തി, എന്താണ് ദാമ്പത്യം എന്നറിയാതെ, ദാമ്പത്യം തുടങ്ങുന്ന സമയത്ത് തന്നെ ഭർത്താവിനെ ഉപേക്ഷിച്ചുകൊണ്ട് ജീവിതം ഉടനീളം സഹിച്ച് ജീവിക്കുക, ഒരുവിധ സന്തോഷവും ആനന്ദവും അനുഭവിക്കാതെ. പക്ഷേ ആ ഊർമിളയാണ് രാമായണത്തിലെ ഏറ്റവും ഉജ്ജ്വലമായൊരു മുഹൂർത്തം. അങ്ങനെ രാമൻ കാട്ടിൽ പോകുന്ന സമയത്ത് കൗസല്യാദേവിയുടെ സ്വന്തം അമ്മയുടെ അടുത്തേക്ക് പോകുമ്പോൾ രാമനോട് അമ്മ പറയുന്നു, മോനെ നീ കാട്ടിൽ പോകണ്ട, അച്ഛൻ പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പൊ അമ്മ പറയും, അച്ഛൻ മാത്രം പറഞ്ഞത് കേട്ടാൽ പോരല്ലോ, ഞാൻ പറയുന്നതും കേൾക്കണ്ടേ. അമ്മയും ജനനിയും പെറ്റമ്മയുമാണ് ഏറ്റവും പ്രധാനം എന്നുള്ളൊരു വാചകം തുഞ്ചത്തെഴുത്തച്ഛൻ ഉപയോഗിക്കുന്നുണ്ട്. ജനനിയും പെറ്റമ്മയും, അതിനേക്കാൾ പ്രധാനമായിട്ടൊന്നുമില്ല. അപ്പോൾ കൗസല്യ പറയുന്നുണ്ട്, അച്ഛൻ പറയുന്നത് അനുസരിക്കണം, പക്ഷേ അതിനേക്കാൾ കൂടുതൽ അമ്മ പറയുന്ന വാക്കുകൾക്ക് നീ പ്രാമുഖ്യം കൊടുക്കണം. അത് കേട്ട് രാമൻ അമ്മയോട് പറയുന്നു, അമ്മേ, ഞാൻ അച്ഛൻ്റെ സത്യം നിറവേറ്റാൻ വേണ്ടി പോവുകയാണ്, അമ്മയെ ഇപ്പം അനുസരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ചരിത്രപരമായൊരു വീക്ഷണഗതിയിലൂടെ അതിനെ പരിശോധിച്ചാൽ കാണാം, ആ കാലഘട്ടം മുതൽ പുരുഷാധിപത്യം തുടങ്ങി. പാട്രിയാർക്കൽ സിസ്റ്റം അന്നേ ആ കാലഘട്ടം മുതൽ ആരംഭിച്ചു. പുരുഷൻ്റെ വാക്യത്തിന് സ്ഥാനം, സ്ത്രീയുടെ വാചകം തള്ളിക്കളഞ്ഞു. കൗസല്യാദേവിയുടെ നിർദ്ദേശം തള്ളി രാമൻ. ഇതൊക്കെ വാത്മീകി നമുക്ക് പറഞ്ഞു തരുന്നത് ഇത് വായിക്കുമ്പോൾ വ്യത്യസ്ത രീതിയിലൂടെ ചിന്തിക്കാനാണ് ഓരോന്നിനെയും. അങ്ങനെയാണ് അവർ കാട്ടിൽ പോകുന്നത്. അപ്പോൾ വനം എന്നുള്ളത് ജീവിതത്തിൻ്റെ പഠിക്കാനുള്ള സർവകലാശാലയാണ്. വനം എന്നുള്ള സർവകലാശാലയിൽ നിന്ന് ജീവിതത്തിൻ്റെ വ്യത്യസ്ത അനുഭവങ്ങൾ പഠിച്ചിട്ടുള്ള ശ്രീരാമൻ മുന്നോട്ട് നടന്നു നീങ്ങുന്നു. അപ്പം ആ ശ്രീരാമൻ മുന്നോട്ട് നടന്ന് നീങ്ങുമ്പോൾ ഉണ്ടാകുന്ന എല്ലാവിധ, അദ്ദേഹം അഭിമുഖീകരിക്കുന്ന എല്ലാവിധ വിഷയങ്ങളും അദ്ദേഹത്തിന് ഓരോ വിധത്തിലുള്ള വിജ്ഞാനവും അല്ലെങ്കിൽ വിവേകത്തിൻ്റെയും ഉജ്ജ്വലമായ സ്രോതസ്സായിട്ട് മാറുന്നു. എങ്ങനെ കാട്ടുജാതിക്കാരോട് പെരുമാറണം, എങ്ങനെ മൃഗങ്ങളോട് പെരുമാറണം, വൃക്ഷങ്ങളോടെങ്ങനെ പെരുമാറണം, ഈ പ്രപഞ്ചത്തിനെ മനോഹരമാക്കുന്ന കുന്നുകളും പുഴകളും ആകാശവും എല്ലാം എത്ര മനോഹരമായിട്ട് നിൽക്കുന്നു, അതിനെയൊക്കെ എങ്ങനെ പരിപാലിക്കണം, എല്ലാവിധ പ്രകൃതിയുടെ സൗന്ദര്യത്തിനെയും ഉൾക്കൊണ്ടുകൊണ്ടാണ് ശ്രീരാമചന്ദ്രൻ മുന്നോട്ട് പോകുന്നത്, ഈ രണ്ടുപേരുടെ അകമ്പടിയോട് കൂടിയിട്ട്. ഇന്നത്തെ ലോകത്തിലാണെങ്കിൽ പ്രകൃതിയെ കണ്ട അപ്പം നശിപ്പിക്കല പടി. റോട്ടിൽ എവിടെയെങ്കിലും വൃക്ഷങ്ങളുണ്ടോ അതിനൊക്കെ എടുത്ത് ഇടിച്ച് വെട്ടി വീഴ്ത്തും മനുഷ്യന്മാർ. പേര് വികസനം എന്നാണ്. ഇനി വലിയ പരിസ്ഥിതി രാഷ്ട്രീയം പറയുന്ന ഗ്രന്ഥമാണ് രാമായണം. ഇക്കോളജിക്കൽ ബാലൻസിനെ കുറിച്ച് രാമായണം പറയുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് രാമൻ മുന്നോട്ട് നീങ്ങുമ്പോൾ രാമൻ ഓർക്കുന്നില്ല തിരിച്ചു വരുമ്പോൾ ആരൊക്കെ കൊട്ടാരത്തിൽ കാണും എന്നുള്ളതിനെ കുറിച്ച്. അങ്ങനെ മുന്നോട്ട് ഗമിക്കുന്ന രാമൻ പിന്നീട് ഓരോ ദിവസവും പ്രതിസന്ധികളെ അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. താടകവധമുണ്ടാകുന്നു, ശൂർപ്പണഖയുമായിട്ടുള്ള ഏറ്റുമുട്ടലുണ്ടാകുന്നു. അങ്ങനെ ഇങ്ങനെ നടന്ന് നീങ്ങിയിട്ട് അങ്ങനെ ഓരോ കഥാപാത്രങ്ങൾ വാത്മീകി എടുത്ത് ആവിഷ്കരിക്കുമ്പോഴും എന്തിനാ താടകയെ കൊന്നു ശ്രീരാമൻ? ആജ്ഞപ്രകാരം, മഹർഷിയുടെ ആജ്ഞപ്രകാരം താടക വരുന്നുണ്ട്, അവളെ കൊല്ലുക വിശ്വാമിത്രൻ. അങ്ങനെ പല രാക്ഷസന്മാരെയും കൊന്നു മഹർഷികളുടെ ആശ്രമപ്രകാരം. എന്താ അതിന് ന്യായം പറയുന്നത്? രാമബാണം കൊണ്ട് മരിച്ചാൽ പുണ്യം കിട്ടും. അതിന് മറുചോദ്യമുണ്ട്. അങ്ങനെ രാമബാണം കൊണ്ട് മരിച്ചാൽ പുണ്യം കിട്ടുമെങ്കിലും രാമൻ എല്ലാവരെയും കൊല്ലാനുള്ള അധികാരമുണ്ടോ? ആധുനിക ലോകത്തിൽ, ഇന്നത്തെ ലോകത്തിൽ, മൂലധന ശക്തികളുടെ സമഗ്രാധിപത്യമുള്ള ഈ ലോകത്തിൽ ആരെ വേണമെങ്കിലും കൊല്ലാൻ വലിയ വലിയ മാഫിയ സംഘത്തിന് പറ്റും. ഒരു മഹർഷിയുടെ ആജ്ഞപ്രകാരം ക്ഷത്രിയ രാജാവായ ശ്രീരാമൻ ആജ്ഞ കേട്ടുകൊണ്ട് കൊല്ലുക, അത് ശരിയാണോ ഇല്ലയോ എന്ന് രാമായണം മുഴുവൻ വായിക്കുമ്പോഴാണ് മനസ്സിലാവുക.
താടക വേണ്ടാത്തതൊന്നും ചെയ്യാൻ വന്നിട്ടില്ല. ശൂർപ്പണഖ ആക്രമിക്കാൻ വന്നതും. ശൂർപ്പണഖ എങ്ങനെയാ വന്നത്? ആസക്തിയുടെ പ്രതീകമാണ് ശൂർപ്പണഖ, കാമത്തിൻ്റെ പ്രതീകമാണ് ശൂർപ്പണഖ. രാമലക്ഷ്മണന്മാരുടെ മനോഹരമായിട്ടുള്ള ആ സൗന്ദര്യം കണ്ട്, പുരുഷത്വം കണ്ടുകൊണ്ട് ആകൃഷ്ടയായി ആണ് ശൂർപ്പണഖ വരുന്നത്. അതിസുന്ദരിയാണ് ശൂർപ്പണഖ. അതും രണ്ടാമത്തെ കാരണം, ഒപ്പം ഒരു സുന്ദരി നടക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യമുള്ള സീത, അത് തീരെ മറ്റൊരു സ്ത്രീക്ക് പിടിക്കില്ല. അതിപ്പോഴും അതിൻ്റെ സ്ത്രീ, ഒരു സൗന്ദര്യമുള്ള സ്ത്രീയെ കണ്ട വേറൊരു സ്ത്രീക്ക് പിടിക്കില്ല. അപ്പോൾ അസഹിഷ്ണുത തുടങ്ങും. ഇതൊക്കെ എത്ര മുന്നേ എഴുതി വെച്ചിട്ടുള്ളത് മഹാഋഷിമാർ, എത്ര മുന്നേ എഴുതി വെച്ചിട്ടുള്ളത്. അതൊക്കെ അസൂയ, അസഹിഷ്ണുത, വിദ്വേഷം, പക, ഇതൊക്കെ ഇതിൽ കാണാം. അങ്ങനെ ശൂർപ്പണഖ പ്രേമാഭ്യർത്ഥന നടത്തി. രാമൻ നിരസിച്ചു. ലക്ഷ്മണനോടടുത്തേക്ക് ചെല്ലാൻ പറഞ്ഞു. ലക്ഷ്മണൻ വീണ്ടും ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ഗതിമുട്ടിയ അവസരത്തിലാണ് അക്രമാസക്തമായി ശൂർപ്പണഖ കടന്നു വരുന്നത്. അപ്പോഴാണ് ശൂർപ്പണഖയുടെ മൂക്കും മുലയുമൊക്കെ മുറിക്കുന്നത് ലക്ഷ്മണൻ. അപ്പം അതിൽ വാത്മീകി പറയുന്ന അതിൻ്റെ ഗഹനമായ തത്വത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ, മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണ് അനാവശ്യമായ ആസക്തിയും അത്യാർത്തിയും. ദുരാഗ്രഹം പാടില്ല. ദുരാഗ്രഹവും അത്യാർത്തിയും അപകടമേ വിളിച്ചു വരുത്തും. പക്ഷെ അതൊരു നിമിത്തമായി എന്ന് വേറെ ചിലർക്ക് വാദിക്കാം. ശൂർപ്പണഖയ്ക്ക് പരിക്ക് പറ്റിയതാണല്ലോ ഏട്ടൻ്റെ അടുത്ത് എത്താൻ കാരണം, രാവണൻ്റെ അടുത്ത്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളെയും വ്യത്യസ്ത രീതിയിൽ നമുക്ക് ചിത്രീകരിക്കാം. ഇപ്പം മനുഷ്യ ജീവിതത്തിൽ ആസക്തിയും കാമക്രോധങ്ങളും ഉണ്ടാക്കുന്ന ഏറ്റവും വലിയ ഭവിഷ്യത്തുകൾ ഈ രംഗത്തിലൂടെ നമുക്ക് കാണാൻ പറ്റും. കാമവും ക്രോധവും ക്ഷമയില്ലായ്മയും എല്ലാം മനുഷ്യ ജീവിതത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന മനുഷ്യൻ്റെ നിതാന്ത ശത്രുക്കളാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താൻ പറ്റില്ല എങ്കിൽ ആ പഞ്ചേന്ദ്രിയങ്ങൾ മനുഷ്യ ജീവിതത്തിനെ നശിപ്പിക്കുമെന്നുള്ളതിന് യാതൊരുവിധ സംശയവും വേണ്ട. ഈ ചെവിയും കണ്ണും മൂക്കും നാവും ഈ സ്പർശനവും നമ്മൾക്ക് നിയന്ത്രിക്കാൻ പറ്റില്ലെങ്കിൽ ലൈഫ് വിൽ ബി സബോട്ടാഷ്ഡ്. മനുഷ്യ ജീവിതം നശീകരിക്കപ്പെടും. അത് ഇന്നല്ലെങ്കിൽ ഓരോ ദിവസവും അത് അങ്ങനെ നശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. അതിന് കീഴടങ്ങാത്ത ആൾക്കാരാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളെല്ലാം ആധുനിക ലോകത്ത്. അപ്പം ഇന്ദ്രിയങ്ങളെ നിഹനിക്കാനും ഇതൊക്കെ എല്ലാവർക്കും പറ്റണമെന്നില്ല കേട്ടോ. ലോകത്തിലൊരു 10-15% ആൾക്കാരൊക്കെ ഇത് നിർവഹിച്ചവരുള്ളൂ. ഇന്ദ്രിയങ്ങളെ നിഹനിക്കാനുള്ള ഏറ്റവും വലിയൊരു പാഠമായി ശൂർപ്പണഖമായുള്ള ഏറ്റുമുട്ടലെ നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പം ആ ശൂർപ്പണഖ വന്നു പോയതിന് ശേഷമാണ് ലങ്കാചക്രവർത്തിയുടെ അടുത്തേക്ക് ജ്യേഷ്ഠ സഹോദരൻ്റെ പക്കലേക്ക് ശൂർപ്പണഖ പോയി പറയുന്നത്, എന്നെ ഇങ്ങനെ കാട്ടിലൂടെ കണ്ട് സഞ്ചരിക്കുന്ന 2 സുന്ദര കുമാരന്മാർ എന്നെ ദേഹോപദ്രവമേൽപ്പിച്ചു, ഭീകരമായിട്ട് ദ്രോഹിച്ചു. ഏട്ടനത് കാണുന്നില്ലേ? രാവണൻ മൈൻഡ് ചെയ്യുന്നില്ല. ആരാ രാവണൻ? ലങ്കാചക്രവർത്തി. രാവണൻ രാമനേക്കാൾ സുന്ദരനാണ്. വിശദീകരിക്കുന്നുണ്ട് രാവണന്റെ സൗന്ദര്യം. അപാരമായ പുരുഷ തേജസ്, സൂര്യനും ചന്ദ്രനേക്കാൾ ശോഭ, അപാരമായ തലയെടുപ്പ്, കൈലാസപർവ്വതം ഉള്ളംകൈയിലെടുത്ത് അമ്മാനമാടിയ വീരപുരുഷൻ. അങ്ങനെ ലോകത്തിലെ പ്രകൃതിയെ മുഴുവൻ തൻ്റെ കൈകൊള്ളിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന അപാരനായ പുരുഷ കേസരി. രാവണൻ്റെ അടുത്തേക്ക് അനിയത്തി ദേഹത്തിൽ ചോര മുഴുവൻ ഒലിപ്പിച്ചു വന്നപ്പോൾ രാവണനത് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. അപ്പം അവിടെ ഒരു പ്രയോഗമുണ്ട് മഹാകവിയുടെ. ഈ സ്ത്രീകളുടെ മനഃശാസ്ത്രം വാത്മീകിയമാരി പഠിച്ചൊരാളില്ല കേട്ടോ. അപ്പം എന്താ ശൂർപ്പണഖ ഉപയോഗിക്കുന്ന തന്ത്രം? ഏട്ടാ, ഇത് മാത്രമല്ല, വേറൊരു കാര്യം കൂടിയുണ്ട്. ആ സുന്ദര കുമാരന്മാരോടൊപ്പം വിശ്വസുന്ദരിയുമുണ്ട്. ആ കഥ പറയൂ, കേൾക്കട്ടെ. അങ്ങനെ സീതാദേവിയുടെ രൂപലാവണ്യം വർണ്ണിക്കുകയാണ് ശൂർപ്പണഖ. സീതാദേവിയുടെ ആ സൗന്ദര്യത്തിൻ്റെ വർണ്ണന കേട്ടുകൊണ്ട്
അതിൽ ആകൃഷ്ടനായിട്ട് സീതയെ കാണാനുള്ള ഉത്കടമായ ആഗ്രഹം ലങ്കേശ്വരനിൽ വർദ്ധിക്കുന്നു. അവിടെയാണ് കാമത്തിൻ്റെ വിത്ത് രൂപപ്പെടുന്നത്. ആഗ്രഹത്തിൽ, കാമം എന്ന് പറഞ്ഞാൽ ലൈംഗിക തൃഷ്ണ മാത്രമല്ല. കാമത്തിൻ്റെ അർത്ഥം എല്ലാറ്റിനോടും അതിര് കടന്ന മോഹം, അതിര് കടന്ന ആർത്തി. അങ്ങനെയാണ് ആ ഒരു ആശയം രാവണന്റെ മനസ്സിൽ മുളപ്പിക്കുന്നത്. പിന്നീട് അങ്ങോട്ട് സീതയുടെ രൂപലാവണ്യം മാത്രമല്ല, സീതയാരെ, രാമനാരെ, ലക്ഷ്മണനാരെ എന്നുള്ള അന്വേഷണമായി ലങ്കാധിപൻ. അങ്ങനെ നിരവധി വധങ്ങൾ കഴിയുന്നു. അവിടേക്ക് എത്തുന്നതിൽ താടക വധമൊക്കെ കഴിയുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് ഈ രാമൻ എന്ന് പറയുന്ന കഥാപാത്രം അതുവരെ ഒരു ധർമ്മം വിട്ടുള്ള കളിയും കളിച്ചില്ല. രാമന്റെ കയ്യിൽ എപ്പോഴും അമ്പും വില്ലും ഉണ്ടാകുമെങ്കിലും രാമൻ അത് വളരെ വിരളമായിട്ടേ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ താടകവധത്തിൽ, ഖരവധത്തിൽ, വിരാടവധത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാകാം. പിന്നെ വന്നത് ബാലിവധത്തിൽ, ലങ്കേശ്വരനെ വധിക്കാനുള്ള വധത്തിലൊക്കെയാണ്. അല്ലാതെ രാമൻ 24 മണിക്കൂർ ഇത് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കല്ല പണി. ഇപ്പോഴത്തെ ചില ചിത്രങ്ങൾ കണ്ട രാമൻ ഇതും പിടിച്ച് നിൽക്കുക എല്ലായിടത്തും. വാൽമീകി രാമായണത്തിൽ രാമൻ ഇത് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുള്ളൂ. അങ്ങനെ രാമൻ പോകുന്ന വഴിക്കാണ്, ഇതൊക്കെ കഴിഞ്ഞ് പോകുമ്പോഴാണ് 3 തരത്തിലുള്ള സഖ്യമുണ്ടാകുന്നത് അവിടെ. ഒരു സഖ്യമുണ്ടാകുന്നത് സുഗ്രീവ രാമസഖ്യം, വേറൊരു സഖ്യമുണ്ടാകുന്നത് വിഭീഷണ രാമസഖ്യം, മൂന്നാമത്തെ സഖ്യമാണ് ഹനുമാൻ രാമസഖ്യം. ഈ 3 സഖ്യങ്ങളും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേരള രാഷ്ട്രീയത്തിലും കാണാം, നമ്മുടെ ചുറ്റുപാടുകളിലൊക്കെ കാണാം. അങ്ങനെയാണ് ഒരു ഗ്രന്ഥം പഠിക്കേണ്ടത് നമ്മൾ. പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ മലീമസമായ രാഷ്ട്രീയമല്ല. രാഷ്ട്രീയമെന്ന് പറഞ്ഞാൽ രാഷ്ട്രത്തെ സംബന്ധിച്ചാണ് അർത്ഥം. അങ്ങനെ മനസ്സിലാക്കാൻ ആൾക്കാർക്ക് പറ്റാത്തത് ആൾക്കാരുടെ കുഴപ്പമാണ്. ഒരു നേതാവ് ചീത്തയായാൽ ആൾക്കാർ ചീത്തയായിക്കൊള്ളുന്ന എവിടെയെങ്കിലും ഉണ്ടോ? ഹരിദാസേട്ടൻ കാലം കുറേ പുതുതായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട് വല്ല ആരോപണം ഹരിദാസേട്ടനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അപ്പൊ എന്താണ് നമ്മൾ ചെയ്യുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. എന്തിനായിരുന്നു സുഗ്രീവ രാമസഖ്യം? ഞാൻ സുഹൃത്താവാം, കരാറൊപ്പിടാം, അതിൻ്റെ പ്രതിഫലം എനിക്ക് കിട്ടണം. സുഗ്രീവന്റെ ഡിമാൻഡാണ്. സീതയെ കാണാൻ വേണ്ടി സുഗ്രീവനുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുമ്പോൾ സീതയെ ഞാൻ കണ്ടുപിടിക്കാൻ സഹായിക്കാം, വാനരസേനയെ മുഴുവൻ അയക്കാം അങ്ങയോടൊപ്പം എന്ന് പറയുമ്പോൾ എനിക്കെൻ്റെ രാജ്യം തിരിച്ചു തരണം. മാത്രമല്ല, ഈ എൻ്റെ ഏട്ടൻ്റെ ഭാര്യയെ എൻ്റെ പട്ടമഹിഷിയാക്കണം. എൻ്റെ ഭാര്യയെ അന്ന് തട്ടിക്കൊണ്ടുപോയതാണ് ഏട്ടൻ, അതെനിക്ക് കിട്ടും വേണം. ആ കരാർ ബയലാറ്ററൽ എഗ്രിമെൻ്റ് അത്. അതാണ് ചില രാജ്യങ്ങൾ തമ്മിൽ നടപ്പാക്കുന്ന എഗ്രിമെൻ്റ്. ഇപ്പോൾ ട്രംപ് അവിടെ നിന്നിട്ട് എത്ര രാജ്യങ്ങളോട് അഗ്രിമെൻ്റാണ്, തീരുവ എന്നു പേടിപ്പിക്കുക, ചിലവരുടെ എഗ്രിമെൻ്റ് ഉണ്ടാക്കുക. ഇങ്ങോട്ട് കിട്ടിയാൽ അങ്ങോട്ട് തരാം. അതിൻ്റെ ആദ്യത്തെ എഗ്രിമെൻ്റാണ് സുഗ്രീവ രാമസഖ്യം. എന്നുവെച്ചാൽ അൺകണ്ടീഷണൽ അല്ല, ഇങ്ങോട്ട് വല്ലതും തന്നാലേ അങ്ങോട്ട് തരുള്ളൂ എന്നാണ്. എത്ര കൃത്യമായി വാൽമീകി ഇത് വരയ്ക്കുന്നു ഈ ട്രേഡിനെ കുറിച്ച്. പിന്നെ രണ്ടാമത്തെയോ വിഭീഷണ രാമസഖ്യം. അവസാനം വരുമ്പോൾ വിഭീഷണു ഇത് തന്നെ ഡിമാൻഡ്. ഞാൻ അങ്ങയോടൊപ്പം വരാം. ഏട്ടനോട് പല പ്രാവശ്യം പറഞ്ഞു യുദ്ധം വേണ്ട, സീതയെ വിട്ടുകൊടുത്തോളൂ. കളിക്കുന്നത് അസാമാന്യനായ ശ്രീരാമചന്ദ്രനോടാണ്, നിസ്സാരക്കാരനല്ല. അങ്ങ് ആപത്ത് വരുത്തി വയ്ക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടും ഏട്ടൻ കേട്ടില്ല. കുംഭകർണൻ എന്ന് പറയുന്ന രണ്ടാമത്തെ ഏട്ടൻ അടക്കം പറഞ്ഞു നോക്കി രാവണനോട് യുദ്ധം വേണ്ട എന്നുള്ളത്, കേട്ടില്ല. മണ്ഡോദരി പറഞ്ഞു, കേട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയ അങ്ങയുടെ ശക്തിയും ചൈതന്യവും, ഞാൻ അതുകൊണ്ട് മാറുന്നു. പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, ലങ്കാരാജ്യം എനിക്ക് കീഴിലാകണം. രാവണവധത്തിന് ശേഷം വിഭീഷണനെ രാജാവായിട്ട് അഭിഷേകം ചെയ്തിട്ട് രാമൻ മടങ്ങുന്നു. അതാണ് ആ എഗ്രിമെന്റ്. മറ്റേ എഗ്രിമെന്റോ ഹനുമാൻ ശ്രീരാമചന്ദ്രൻ എഗ്രിമെന്റ് ഒരു കണ്ടീഷൻസും ഇല്ല. നിസ്വാർത്ഥനായി, നിഷ്കാമകർമ്മിയായി, സത്യസന്ധതയുടെ പ്രതീകമായി, വിശ്വാസ്യതയുടെയും സുതാര്യതയുടെയും മൂർത്തിമദ്ഭാവമായി അൺകണ്ടീഷണൽ സപ്പോർട്ടാണ് ശ്രീരാമന് ഹനുമാൻ കൊടുക്കുന്നത്.
ഹനുമാന്റെ ഭാഷ വ്യാകരണ ഭാഷയാണ്. ഹനുമാൻ ഏറ്റവും ഉയർന്ന ഭാഷ എന്ന് വെച്ചാൽ അത്ര ഉയർന്ന നിലവാരത്തിലുള്ള അർത്ഥസമ്പത്തുള്ള ഭാഷയാണ് ഉപയോഗിക്കുക എന്ന് എഴുത്തച്ഛൻ എഴുതുന്നുണ്ട്. വാത്മീകിയും പറയുന്നുണ്ട്. രാമനും ലക്ഷ്മണനും ഹനുമാൻ സുഗ്രീവനോട് നടത്തുന്ന സംഭാഷണം കേട്ടുകൊണ്ട് രാമൻ പറയുന്നുണ്ട് ലക്ഷ്മണനോട്, ഉയർന്ന വ്യാകരണ ഭാഷയാണ് ഹനുമാൻ സംസാരിക്കുന്നത്. ഒരു കുരങ്ങനായിട്ടുള്ള ഹനുമാൻ വ്യാകരണ ഭാഷ സംസാരിക്കുന്നുവെങ്കിൽ എന്ന് വെച്ചാൽ ഏറ്റവും ഉയർന്ന കഠിനമായ ഭാഷ, മനുഷ്യ മസ്തിഷ്കത്തിനോളം പ്രവർത്തിക്കുന്നതല്ല കുരങ്ങൻ്റെ മസ്തിഷ്കം. അപ്പോൾ സ്വാഭാവികമായിട്ടും ചില ചിന്തകന്മാർ, ചില ചരിത്രകാരന്മാർ പറയുന്നുണ്ട് ഹനുമാൻ ഒരു വനത്തിലെ നരനാണ്, അല്ലാതെ കുരങ്ങനല്ല, വനനരനാണെന്നാണ് പറയുന്നത്. അങ്ങനെ ചിന്തിച്ചാൽ അപകടമൊന്നുമില്ല. ഇത്രയും ഉയർന്ന ചിന്താഗതി ആ രാമായണത്തിലെ വേറൊരു കഥാപാത്രത്തിനും കാണുന്നില്ല. എന്തുകൊണ്ടിങ്ങനെ ചിന്തിച്ചുകൂടാ? ഓരോ കഥകൾ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചല്ലേ നമ്മുടെ കഥയെ അതിനെ വിന്യസിപ്പിക്കുകയും അതിനെ പ്രതിപാദിക്കുകയും ഒക്കെ ചെയ്യുക. തുഞ്ചൻ നമ്പ്യാരുടെ ഓട്ടംതുള്ളലിലെ ഓരോ വരികളും ഓരോരുത്തർക്കും കൊടുത്ത് ഓരോ സദസ്സിലും പ്രയോഗിക്കാൻ പറ്റും. ഇന്നത്തെ രാഷ്ട്രീയത്തിൽ പെട്ടെന്ന് ചൊല്ലാം തുഞ്ചൻ നമ്പ്യാരുടെ കഥ ആനുകാലിക സംഭവങ്ങളുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട്. അതേമാതിരി ഇത് ഹനുമാൻ ഇത്ര ഉയർന്ന ഭാഷ പറയുമ്പോൾ രാമനാണ് ലക്ഷ്മണനോട് പറയുന്നത്, ഇത് വലിയ വ്യാകരണ ഭാഷയാണ്, ഉദാത്ത ചിത്തമായിട്ടുള്ള ആംസ്കാരിക ഔന്നത്യത്തിൻ്റെ നിന്നും വരുന്ന ഭാഷയാണ്. അപ്പോഴാണ് ചില രാമായണത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നത് രാമായണം ഏതാണ്ട് ഒരു 300-200 ക്രിസ്തുവിന് മുൻപേ ഉള്ള കാലഘട്ടത്തിൽ എഴുതപ്പെട്ടതാണെന്നാണ് പൊതുവെ വ്യാഖ്യാനിക്കപ്പെടുന്നത്. വിശ്വാസപരമായ കാര്യമല്ല ഞാൻ പറയുന്നത്, ഞാൻ ക്രോണോളജിക്കൽ ഹിസ്റ്ററിയാണ് പറയുന്നത്. ഇപ്പം മഹാഭാരതം എഴുതപ്പെട്ട് മഗധ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണെന്ന് എല്ലാ ചരിത്രകാരന്മാരും എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിസ്റ്റോറിക്കൽ എവിഡൻസസ് ഉണ്ട് അതിന്. അശോകൻ്റെ അമ്മയുടെ പേരായിരുന്നു ധർമ്മ, അശോക ചക്രവർത്തിയുടെ. ആ ധർമ്മ എന്നുള്ള വാക്കിൽ നിന്നാണ് ആദ്യത്തെ കഥാപാത്രം വരുന്നത്, ധർമ്മപുത്രർ. ഇതൊക്കെ ഹിസ്റ്റോറിക്കൽ എവിഡൻസസോട് എഴുതപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ലോകത്തിൽ. അപ്പൊ മഗധ രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് ഈ മഹാഭാരതം എഴുതപ്പെട്ടതെന്ന് പറയുന്നത് പോലെ ഏതാണ്ട് ക്രിസ്തുവിന് മുമ്പ് ഒരു 200-300 കാലഘട്ടങ്ങളിലാണ് രാമായണം എഴുതപ്പെട്ടതെന്ന് പറയുന്നു ചരിത്രകാരന്മാരുടെ ഭാഷ്യം. അങ്ങനെ ആ സമയത്താണ് ഇത്തരത്തിലുള്ള ഭാഷകൾ വരുന്നത് ഉയർന്ന നിലവാരത്തിൽ. അപ്പം ഹനുമാൻ അത്ര ഔന്നത്യത്തിനുള്ള ബൗദ്ധിക മണ്ഡലത്തിലെ ഉന്നതമായിട്ടുള്ള ഒരു സ്രോതസ്സായിരുന്നു. ഹനുമാനും രാമനും തമ്മിലുള്ള ബന്ധം അൺകണ്ടീഷണൽ, വ്യവസ്ഥകളില്ല. ആ ഹനുമാനും രാമനും സുഗ്രീവനും ഇരുന്ന് ലക്ഷ്മണനുമൊക്കെ ഇരുന്ന് ഒരു ദിവസം വർത്തമാനം പറയുമ്പോഴാണ് സീതാന്വേഷണത്തിന് പോകുമ്പോൾ വൈകുന്നേരമായാൽ അവർ വിശ്രമിക്കുന്ന സമയത്താണ് ഒരു ദിവസം കഥ. ശ്രീരാമൻ്റെ കയ്യിലെ മോതിരം വീണുപോകും. അപ്പം തെരഞ്ഞിട്ട് കിട്ടുന്നില്ല. അപ്പം ഹനുമാനോട് പറയാം മോതിരം തപ്പിയെടുക്കാൻ. ശ്രീരാമൻ അറിയാം ഹനുമാന് കടുകിൻ്റെ രൂപവുമാകാം, ആകാശത്തോടും അതിനെയും ഭേദിച്ചും വളരാമെന്ന്. ഹനുമാൻ കടുകുമണിയുടെ രൂപത്തിൽ ഒരു മണ്ണിൻ്റെ ഇടയിലുള്ളൊരു പൊത്തിലൂടെ ഇറങ്ങി പോയി എത്തിയത് പാതാളത്തിലാണ്. അവിടെ എത്തിയപ്പോൾ പാതാള രാജാവിൻ്റെ മുന്നിലാണ് എത്തുന്നത്. ഹനുമാനെ ഒരു തളികയിൽ വെച്ചുകൊണ്ട് ഭടന്മാർ രാജാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. ഇതാ ഒരു ജീവി വന്നിരിക്കുന്നു. എന്താ ആവശ്യം? ഈ രാജാവിനാണെങ്കിൽ മൃഗങ്ങളെ തിന്നാൻ വലിയ ഇഷ്ടമാണ്. തിന്നാൻ പോകുന്നതിന് മുമ്പ് ഹനുമാൻ പറഞ്ഞു, ഞാൻ ഈ കാര്യത്തിന് വേണ്ടിയിട്ട് എൻ്റെ ചക്രവർത്തിയായ രാമൻ്റെ മോതിരം പോയി. അപ്പോൾ അദ്ദേഹം ഏത് രാമൻ എന്നാ ചോദിക്കുന്നു? ഏത് രാമൻ എന്നാ ചോദിക്കുന്നു? ഒരു തളിക എടുത്തുകൊണ്ടിരാൻ പറഞ്ഞു. ആ തളികയിൽ നിറച്ച് മോതിരങ്ങളാണ്. ഇതൊക്കെ എൻ്റെ രാമൻ ഭരിച്ചതിനേക്കാൾ മുൻപേ ഉള്ള രാമന്മാരുടെ മോതിര. ഇതിന്ന് തിരഞ്ഞെടുത്തോ എൻ്റെ രാമൻ്റെ മോതിരം എന്നാ പറയുന്നത് കഥയിൽ. അപ്പം അത് കാണിക്കുന്ന എന്താ? രാമായണം ഇതിൻ്റെ മുൻപേയും എത്രയോ രാമായണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് തന്നെ അറിയാവുന്ന എത്രയോ രാമായണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കമ്പരാമായണമുണ്ട്, കണ്ണശ രാമായണമുണ്ട്, ആനന്ദരാമായണമുണ്ട്, വാസിഷ്ഠ രാമായണമുണ്ട്,
തുഞ്ചത്തെഴുത്തിൻ്റെ രാമായണമുണ്ട്, വാൽമീകിയുടെ രാമായണമുണ്ട്, ഇന്തോനേഷ്യയിൽ രാമായണമുണ്ട്, ചൈനയിൽ രാമായണമുണ്ട്, മലേഷ്യയിൽ രാമായണമുണ്ട്. രാമായണം ഒരു ഗ്രന്ഥത്തിൽ മാത്രമല്ല, ലോകത്തിലെ സർവ്വരാജ്യങ്ങളിലും രാമായണം എഴുതപ്പെട്ടിട്ടുണ്ട്. അതാണ് രാമായണത്തിൻ്റെ ബഹുസ്വരത. രാമായണം ഒരു ഏകരൂപത്തിൽ നിൽക്കുന്നതല്ല. രാമായണം വിശാലമാണ്, വിസ്തൃതമാണ്. ചൈനയിലെ രാമായണത്തിലെ മെയിൻ കഥാപാത്രം ഹനുമാനാട്ടോ. കംബോഡിയയിലെ രാമായണമുണ്ട്, അവിടെ പ്രധാന ആള് രാവണനാണ്. ഇങ്ങനെ ഓരോ രാമായണത്തിലും ഓരോ കഥാപുരുഷന്മാർ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പം അത് കാണിക്കുന്ന എന്താ? പണ്ട് പടപ്പാട്ടായിട്ട് പാടും രാമായണം. നാടോടി നിവാസികൾ, ഗ്രാമനിവാസികളൊക്കെ അവരുടെ ജീവിതത്തിൽ ചൊല്ലുന്ന നാടൻ പാട്ടുകളിൽ ഇത്തരത്തിലുള്ള കഥകൾ പാടി പ്രചരിപ്പിച്ചു. അതിലൂടെ വളർത്തിയെടുത്തൊരു സംസ്കാരമുണ്ട് ഈ രാമായണത്തിൽ. ഒരു ഗ്രന്ഥം മാത്രമല്ല ഇത്. അതുകൊണ്ടാണ് രാമായണം ബഹുസ്വരമാണെന്ന് ഇന്ത്യയിലെ ബഹുഭൂരിഭാഗം ആൾക്കാരും പറയുന്നത്, ലോക പണ്ഡിതന്മാരും പറയുന്നത്. ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ, ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ്, പ്രിൻസിപ്പൽ ഉപനിഷത്ത് എന്ന് പറയുന്ന ഇന്ത്യ ഉപനിഷത്തുകളെ മുഴുവൻ ക്രോഡീകരിച്ചുകൊണ്ട് അതിബൃഹത്തായ ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്, പ്രിൻസിപ്പൽ ഉപനിഷത്ത്. ലോക പണ്ഡിതനായിട്ടോ സർവേപ്പള്ളി രാധാകൃഷ്ണൻ. അസാമാന്യമായ വിദ്യാഭ്യാസ വിചക്ഷകനും പണ്ഡിത ശിരോമണിയുമായിരുന്നു. അദ്ദേഹം രാമായണത്തിലെ ഒറ്റ വാചകത്തിൽ വിവരിച്ചു: എ കൊറോണേഷൻ ഫോളോഡ് ബൈ ആൻ ആബ്ഡിക്കേഷൻ. കിരീടധാരണം കഴിഞ്ഞ ഉടനെ കിരീടം ഉപേക്ഷിച്ച കഥ. അതാണ് രാമൻ. ഇന്നോ രാമനെ ചൊല്ലി കിരീടം നിലനിർത്താനുള്ള കഥ. രാമൻ എത്ര ദുർവ്യാഖ്യാനിക്കപ്പെടുന്നു. രാമൻ വാസ് നെവർ ഡിസൈഡ് ഓഫ് ക്രൗൺ ഓർ ത്രോൺ. രാമൻ അധികാരം ഒരു വിഷയമല്ല. അപ്പൊ ഹനുമാനും രാമനും തമ്മിലുള്ള ബന്ധം അധികാരത്തിനെ ഉപേക്ഷിക്കുന്നതിൻ്റെ ബന്ധമാണ്, അധികാരത്തിനെ പിടിച്ചടക്കുന്നതിൻ്റെ ബന്ധമല്ല, അൺകണ്ടീഷണൽ. താൻ ആരാധിക്കുന്ന പ്രതീകമായ ശ്രീരാമനെ മനസ്സിൽ വെച്ച് ആരാധിച്ച് ആ പ്രതീകത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യാനുള്ള ഒരു പ്രതിജ്ഞാബദ്ധത, ധർമ്മനിഷ്ഠ, സത്യസന്ധത, ഡിവോഷൻ, ഡെഡിക്കേഷൻ, അതിൻ്റെ രൂപമാണ് ഹനുമാൻ. അതൊന്ന് വായിക്കുന്ന ആൾക്കാർ പഠിക്കേണ്ടത്. ജീവിതത്തിൽ ഉയരണമെങ്കിൽ ഈ 3-4 സാധനം വേണം: ഡെഡിക്കേഷൻ, ഡിവോഷൻ, കോൺസെൻട്രേഷൻ, ഹാർഡ് വർക്ക്, ലക്ഷ്യബോധം ആൻഡ് പെർസ്പിരേഷൻ, വിയർപ്പൊഴുക്കൽ. ആകാശത്തോളം ഹനുമാൻ വളരുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഫിലോസഫിക്കലായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അതിൽ കാണുന്നത്, ഏ മനുഷ്യ നിനക്കും വളരാമെന്ന് ജാംബവാൻ പറയുന്ന വാചകം ഓർക്കണം. ജനിച്ചു വീണപ്പോൾ മോഹൻദാസ് ഗാന്ധി മഹാത്മാവല്ല, മഹാത്മാവായി. അതാണ് ജീവിതത്തിൻ്റെ സർഗാത്മകതയെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളത്. വിവേകാനന്ദ സ്വാമികൾ 34 വയസ്സിനുള്ളിൽ ലോകത്തിനെ പിടിച്ചടക്കി. ആയുധം കൊണ്ടും യുദ്ധം കൊണ്ടുമല്ല, വിജ്ഞാനത്തിൻ്റെ വിസ്ഫോടനത്തിൻ്റെ ഫലമായി. 1893 അമേരിക്കയിലെ ചിക്കാഗോയിൽ ചെന്ന് ഇന്ത്യയിൽ നിന്ന് വന്ന ഈ സ്വാമി ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ അല്ല നടത്തിയത്, ന്യൂക്ലിയർ എക്സ്പ്ലോഷൻ ഓഫ് നോളജ് നടത്തി വിവേകാനന്ദൻ. വിവേകത്തിൻ്റെ വിസ്ഫോടനം. പാശ്ചാത്യ ലോകം അത്ഭുത പരതന്ത്രരായി. ഈ 24 വയസ്സായ ചെറുപ്പക്കാരൻ്റെ പ്രഭാഷണം കേട്ടു. ഇന്ന് വിവേകാനന്ദ സാഹിത്യ സംഗ്രഹം വായിച്ച എത്ര ഇന്ത്യക്കാരുണ്ട്? ആരും ഉണ്ടാവില്ല, ഒരു 10% ഉണ്ടാവും. അവിടേക്കാണ് നമ്മുടെ ഒരു ദുരിതം വരുന്നത് നമ്മുടെ മുന്നിൽ. ഇത്തരത്തിലുള്ള ഗ്രന്ഥങ്ങൾ നമ്മുടെ വിജ്ഞാനത്തിനെ, മനസ്സിനെ വിസ്തൃതമാക്കും, പരിപോഷിപ്പിക്കും. അപ്പൊ ആകാശത്തോളം ഉയരുന്നൊരു ഹനുമാനെ കാണിച്ചു തരുന്ന ആ ഹനുമാന് തന്നെ സാഹചര്യത്തിനനുസരിച്ച് ഏത് രൂപത്തിലും പോകാന്ന് പറയുന്നത്. അപ്പോഴേക്കും ഭക്തിയുടെ രൂപത്തിൽ വർണ്ണിക്കുകയാണെങ്കിൽ പിന്നെ ഭക്തി, അത് ആരെയും നമ്മൾ ചോദ്യം ചെയ്യേണ്ട, അവരുടെ ഇഷ്ടം. പക്ഷെ അതിൽ ഫിലോസഫിക്കൽ മെസ്സേജ് ഉണ്ട്. മനുഷ്യന്റെ സർഗാത്മകതയെ നിങ്ങൾക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ തടസ്സമായിട്ട് നിൽക്കുന്നതാരാ? നിങ്ങൾ തന്നെയാണ്, അല്ലാണ്ട് സമൂഹമല്ല. ലോകത്തിൽ ഏതെങ്കിലും ഒരു യുഗപുരുഷന്മാർ സമ്പത്തിൻ്റെ ആധിക്യത്തിൽ നിന്ന് വളർന്നു വന്ന് ലോകചരിത്രം കുറിച്ചിട്ടുണ്ടോ? ഒരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു മാത്രമേ സാമ്പത്തികമായ ഉന്നതശേഷിയുള്ള കുടുംബത്തിൽ ജനിച്ച ആളുണ്ടാവുള്ളൂ. ബാക്കിയുള്ള മഹാപ്രതിഭകൾ, എബ്രഹാം ലിങ്കൺ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ചോട്ടിലിരുന്നിട്ടാണ് പാഠപുസ്തകം പഠിച്ചത്.
12-ാമത്തെ വയസ്സിൽ ഒരു കാക്കി ട്രൗസറും ഒരു ചെറിയൊരു ടീഷർട്ടും ഇട്ട്, ട്രൗസർ തന്നെ പൊളിഞ്ഞ ട്രൗസറാണ്. 14 വയസ്സാകുമ്പോൾ അമേരിക്കയിലെ ടെക്സാസിൽ ഭീകരമായ തണുപ്പിൽ മഞ്ഞുകട്ടകൾ റോട്ടിൽ വീഴുന്ന സമയത്താണ് രാവിലെ 5 മണിക്ക് നീട്ട് ഓടുക ഒരു കുട്ടി. അപ്പം അടുത്ത വീട്ടിലെ മുത്തശ്ശൻ ചോദിച്ചു, കുട്ടി ഓടണ്ട, ന്യൂമോണിയ പിടിക്കും, തണുപ്പാണ്, നീ വസ്ത്രമൊന്നും ധരിച്ചിട്ടില്ല, കട്ടിയുള്ള വസ്ത്രമൊന്നും. എൻ്റെ അച്ഛന് മരുന്ന് വാങ്ങാൻ കാശില്ല, എൻ്റെ അച്ഛൻ വിറക് വെട്ടിയാണ്, അച്ഛനെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പം ആ കുട്ടിയുടെ മറുപടി ഉണ്ട്, മുത്തശ്ശ അങ്ങ് പേടിക്കണ്ട, ഞാൻ ഓടുന്നത് അമേരിക്കയുടെ പ്രസിഡൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. 12-ാമത്തെ വയസ്സിൽ. ആ കുട്ടിയുടെ പേരാണ് ഏബ്രഹാം ലിങ്കൺ. അതാണ് വലുതാവുക ചിന്തകളിലൂടെ. ചിന്തയാണൊരു മനുഷ്യനെ വലുതാക്കുന്നത്, അല്ലാതെ സ്ഥാനമാനങ്ങളല്ല. ഏത് വലിയ സ്ഥാനത്തിരുന്നാലും ബുദ്ധിത്തരം മാത്രം ചെയ്യുന്ന എത്ര ആൾക്കാരെ കാണാം, പൊട്ടത്തരം മാത്രം പറയുന്ന എത്ര ആൾക്കാരെ കാണാം. അത് രാഷ്ട്രീയക്കാരായാലും സാമൂഹിക നായകന്മാരായാലും ഡോക്ടർമാരായാലും എഞ്ചിനീയർമാരായാലും IT സ്പെഷ്യലിസ്റ്റ് ആയാലും, ഇതൊക്കെ ഈ 2 ഭാഗങ്ങളുണ്ട്, നല്ലവരും ഉണ്ട് മോശക്കാരും ഉണ്ട്, എല്ലാറ്റിലും മനുഷ്യന്മാരിലും ഉണ്ട്. അപ്പം നിങ്ങളെ വളർത്തുന്നത് നിങ്ങളുടെ ചിന്തയാണ്. ഹനുമാൻ അദ്ദേഹത്തിൻ്റെ സർഗശക്തിയെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ജാംബവാൻ ഒരു ടോക്ക് കൊടുത്തവിടെ. രാമായണത്തിൽ ആദ്യത്തെ മോട്ടിവേഷണൽ ടോക്കാണ് ജാംബവാൻ്റെ ടോക്ക്. ഹൗ ടു ബി എ ലീഡർ എന്നാണ് ജാംബവാൻ പഠിപ്പിക്കുന്നത്. ഹൗ ടു കൾട്ടിവേറ്റ് യുവർ എബിലിറ്റി. ലോകത്തിൽ ആദ്യത്തെ ശരിക്കുള്ള മോട്ടിവേഷണൽ സ്പീക്കർ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. ആദ്യത്തെ മോട്ടിവേഷണൽ സ്റ്റുഡൻ്റാണ് അർജുനൻ, മോട്ടിവേഷണൽ ടീച്ചറാണ് കൃഷ്ണൻ. അതാണ് ഭഗവത്ഗീത. മോട്ടിവേഷണൽ ടോക്ക്. ഇപ്പം എല്ലാ സ്കൂളിലും കോളേജിലും മോട്ടിവേഷണൽ ടോക്കാണ്. അതിനർത്ഥം തന്നെ എന്താ? അവനവന് സ്വന്തം മോട്ടിവേറ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണ് ഇങ്ങനത്തെ എല്ലാവരും വിളി. ഞാനും പോകാറുണ്ട് മോട്ടിവേഷണൽ ടോക്കിന്. സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. അപ്പം ഇങ്ങനെ ഹനുമാന്റെ ഈ വലിയ സർഗസിദ്ധി ഹനുമാൻ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരിക. അവിടെ അത്രത്തോളം വളർന്നാലും ഹനുമാൻ ഏറ്റവും വിനയാന്വിതനാണ്, സത്യസന്ധനാണ്, നിഷ്കാമകർമ്മിയാണ്. ഏറ്റവും വലിയ സുഖസൗകര്യങ്ങളെ അവൻ പദവികൾ നേടിയാലും രാമഭക്തനാണെന്നുള്ള ഏറ്റവും ഔന്നത്യമുള്ള പദവി നേടിയപ്പോഴും ഹനുമാൻ ഏറ്റവും വിനയാന്വിതനായി. അതാണ് ഹനുമാനും രാമനും തമ്മിലുള്ള എഗ്രിമെന്റ്. ആ ഹനുമാനോടാണ് രാമൻ സീതയോട് പറയുന്നത്, സീതേ, ഹനുമാന് ഈ ലോകത്തിൻ്റെ രഹസ്യം പറഞ്ഞ് ഹനുമാന് തത്വോപദേശം കൊടുക്കൂ എന്ന് പറയുന്നു. ബ്രഹ്മചര്യത്തിനെ കുറിച്ചുള്ള ഉപദേശം കൊടുക്കാനാണ് പറയുന്നത്. ആരോട്? വാത്മീകി രാമായണത്തിനുണ്ട് സീതാ ഹനുമൽ സംവാദം. ആരാ സീത? പട്ടമഹിഷി, കാട്ടിലിരിക്കുന്നു ശ്രീരാമൻ്റെ. സീത ആരാ? ഋതുമതിയാണ്. സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ആ എല്ലാവിധ ശാരീരിക പ്രക്രിയകളും സീതയ്ക്കുണ്ട്. ഋതുമതിയായ, ഇപ്പോൾ ടീച്ചർ വായിച്ചില്ലേ രാമായണം, ആ സീത ഋതുമതിയായ സ്ത്രീയാണ്. നിത്യബ്രഹ്മചാരിയായ ഹനുമാന് ബ്രഹ്മചര്യത്തിനെ കുറിച്ച് ഉപദേശം കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ നോക്കണം. നമ്മളത് കാണില്ല, ഒക്കെ ഭക്തി. സീതാദേവി പറയുന്ന പിന്നെ തന്നെ അനുസരിച്ചോളണം. എന്നാൽ അതേ സമയത്ത് നിത്യബ്രഹ്മചാരിയായിട്ടുള്ള വേറൊരു ദൈവത്തിൻ്റെ അടുത്തേക്ക് സ്ത്രീകൾക്ക് പോകാൻ പേടിയായിരുന്നു കേരളത്തിലും. ഇതിനൊരു കോൺട്രഡിക്ഷൻ നോക്കൂ. അപ്പൊ ഭക്തി എത്രമാത്രം അന്ധവിശ്വാസ ജടിലമാകുന്നുവോ അത് അപകടകരമാകും. രാമൻ പറഞ്ഞത് വസ്തുനിഷ്ഠാപരമായി ചിന്തിക്കാനാണ്, ശാസ്ത്രീയ ബോധത്തോടുകൂടി ചിന്തിക്കാനാണ്. അതിന് ബുദ്ധി ഉപയോഗിക്കണം നമ്മൾ. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങൾ മഹാഭാരതത്തിലും കാണാം. അപ്പൊ സീതയെ കൊണ്ട് രാമൻ ചെയ്യിപ്പിക്കുന്ന തത്വോപദേശം ബ്രഹ്മചര്യത്തിനെ കുറിച്ച്, ഋതുമതിയാകുന്ന സ്ഥിതിയെ കൊണ്ട്. ആരേക്ക്? ബ്രഹ്മചര്യ നിത്യബ്രഹ്മചാരിയായ ഹനുമാന്. ദാറ്റ് ഈസ് എ ബിഗ് കോൺട്രഡിക്ഷൻ. അങ്ങനെ പോയിട്ട് വരുന്ന സമയത്താണ് അതിന് മുൻപേ പട്ടാഭിഷേകം കഴിഞ്ഞ് വരുന്ന സമയത്താണ് പരശുരാമൻ വന്ന് തടയുന്നത്. ഞാൻ ചില കോൺട്രഡിക്ഷൻസ് ഓർമ്മ വരുമ്പോൾ അങ്ങനെ പറയുന്നു എന്ന് മാത്രം. പരശുരാമൻ വന്ന് തടയുന്നു. അപ്പം അച്ഛൻ പറയുന്നു, ഭാർഗവരാമ രക്ഷിക്കണേ, എൻ്റെ മകനെയും വധുവിനെയും അനിയന്മാരെയും ഒന്നും ഉപദ്രവിക്കലില്ല. ആരാ പരശുരാമൻ? ക്ഷത്രിയ വംശത്തിനെ 21 പ്രാവശ്യം മുച്ചൂടും നശിപ്പിച്ച ഭാർഗവരാമൻ, കൂട്ടക്കൊല നടത്തിയ ഭാർഗവരാമൻ, ക്ഷത്രിയ വംശത്തിനെ മുഴുവൻ. ആ ഭാർഗവരാമനാണ് മുന്നിൽ വന്ന് പെടുന്നത്. ശ്രീരാമൻ അനങ്ങുന്നില്ല.
ശാന്തതയാണ് മുഖഭാവം. അപ്പോൾ ആ ശാന്തതയുള്ള മുഖഭാവത്തിൻ്റെ മുന്നിൽ പരശുരാമൻ നിനക്കിവിടുന്ന് പോകണമെങ്കിൽ യുദ്ധം ചെയ്യണമെന്ന് കൽപ്പിക്കുന്നു. ഭാർഗവരാമൻ്റെ കൽപ്പന അനുസരിച്ചിട്ടില്ലെങ്കിൽ നാശമാണ്. യുദ്ധം ചെയ്താൽ ഭാർഗവരാമനെ വിജയിക്കുള്ളൂ എന്ന് ദശരഥൻ അറിയാം. എങ്ങനെയെങ്കിലും ഇത് ഒഴിഞ്ഞു കിട്ടണമെന്ന് പറയുമ്പോൾ ശ്രീരാമൻ പിൻവാങ്ങുന്നില്ല. സമചിത്തതയോടുകൂടി സ്ഥിതപ്രജ്ഞനായി നിന്നുകൊണ്ട് ഭാർഗവരാമനെ സമീപിച്ചുകൊണ്ട് പറയുന്നു, യുദ്ധം ചെയ്യാം. അങ്ങ് തന്ന ശൈവജാപം ഉപയോഗിച്ച് അത് പൊടിക്കാൻ ഞാൻ. അങ്ങനെ യുദ്ധത്തിൽ ജയിക്കുന്നു. ആര് ജയിക്കുന്നു? രാമൻ ജയിക്കുന്നു. ശ്രീരാമൻ ജയിച്ചു, ഭാർഗവരാമൻ തോറ്റു. അവിടെ വേറൊരു കാര്യം നോക്കൂ. ആരാ ഭാർഗവരാമൻ? ക്ഷത്രിയനാണ്, അല്ല ബ്രാഹ്മണനാണ്. ഇന്ത്യ എന്നുണ്ടായോ? അന്ന് ഇന്ത്യ ഇല്ല, പോട്ടെ, അന്നത്തെ പേരെന്താ എനിക്കും അറിയില്ല. ഭാരതം എന്ന് പറയാം, അതിന് എന്തെങ്കിലും അതിന് ജംബൂദ്വീപ് എന്ന് പറയുന്നുണ്ട് ബുദ്ധഗ്രന്ഥങ്ങളിൽ. അന്നത്തെ ഇന്ത്യയിലും ഇന്നത്തെ ഇന്ത്യയിലും നിലനിൽക്കുന്ന രാഷ്ട്രീയ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഉന്നത ശൃംഖങ്ങളിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയാണ് ചാതുർവർണ്ണ്യം, ബ്രാഹ്മണിക് ഐഡിയോളജി, ബ്രാഹ്മണിസം. പാവപ്പെട്ട പൂണൂറ് ധരിച്ച ബ്രാഹ്മണന്മാരെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നു. ബ്രാഹ്മണിസം ഇസ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി, സോഷ്യൽ ഐഡിയോളജി. ഇന്ത്യയുടെ എല്ലാ പുരാണങ്ങളിലും ഈ ബ്രാഹ്മണ്യ ചാതുർവർണ്ണ്യ വ്യവസ്ഥിതിയെ അരക്കെട്ടുറപ്പിക്കുന്നതിനുള്ള ഒരുപാട് രംഗങ്ങൾ കാണാം. ഇവിടെ പക്ഷെ നേരെ മറിച്ചുണ്ടാവുന്നു. ബ്രാഹ്മണ വംശജനായിട്ടുള്ള ഭാർഗവരാമനെ ക്ഷത്രിയ വംശജനായിട്ടുള്ള ശ്രീരാമൻ പരാജയപ്പെടുത്തി. ആ കാലഘട്ടം അത്രയും നിലനിന്നിട്ടുള്ള ബ്രാഹ്മണ്യത്തിനെ പരാജയപ്പെടുത്തി. വാൽമീകി ഉപയോഗിച്ച വലിയൊരു സീനാണ്. കഥ പിന്നെയും അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നിട്ട് ബ്രാഹ്മണ്യം മാറുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മാറുന്നില്ല, ഇപ്പോഴും മാറിയിട്ടില്ല. പുരുഷാധിപത്യം നമ്മൾ കണ്ടു, ബ്രാഹ്മണ്യത്തിനെ ഭാർഗവരാമന്റെ രംഗത്തിൽ പരാജയപ്പെടുത്തുന്നത് കണ്ടു. പിന്നെയും കഥ നീങ്ങുന്ന സമയത്ത് പിന്നെയും ഒരുപാട് അനുഭവങ്ങൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു. ഭരതൻ രാമനെ തേടി വരുന്നു. ഏട്ടനെ കാട്ടിലേക്ക് അയച്ചു വന്ന് അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് വന്ന ഭരതൻ മനസ്സിലാക്കിയപ്പോൾ അമ്മയായ കൈകേയിയോട് അട്ടഹസിക്കുന്നു. ക്രോധത്തിൻ്റെ ഏറ്റവും വലിയ മൂർത്തിമത്വമായി ഭരതൻ അമ്മയെ ശകാരിക്കുക. അമ്മയെ കൊന്നില്ല എന്നേ ഉള്ളൂ. അതെവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കഥ? സ്വന്തം മകന് വേണ്ടിയിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒരു രാജ്യം തന്നെ സ്വർണ്ണത്തളികയിൽ വെച്ചു നീട്ടി ആ രാജകുമാരന് വേണ്ടിയിട്ട് നീട്ടിയപ്പോൾ അമ്മ നീട്ടിയ സ്വർണ്ണത്തളിക കാലുകൊണ്ട് ചവിട്ടിത്തെറിപ്പിക്കുന്ന ത്യാഗത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ ഭരതൻ. രാമനും സിംഹാസനത്തിലിരുന്നില്ല, ഭരതനും സിംഹാസനത്തിലിരുന്നില്ല. എനിക്ക് അധികാരം വേണ്ട എന്ന് പറയാൻ ഏതെങ്കിലും ഒരാൾക്ക് പറ്റുമോ? ഇന്ന് ഏതെങ്കിലും ഒരു ചെറിയ വാർഡ് മെമ്പറായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇറങ്ങില്ല ആൾക്കാർ ഇന്നത്തെ ലോകത്തിൽ. പിന്നെ ഏറ്റവും വലിയ ആളുടെ സ്ഥിതികളൊന്നും പറയണ്ട വലിയ ആൾക്കാരുടെ. രാമനും ഭരതനും ഒക്കെ പഠിപ്പിച്ച അധികാരം ഉപേക്ഷിക്കാനാണ്. എന്തിനാ? ജനത്തിനെ സേവിക്കാൻ അധികാരം. പക്ഷെ ജനാധിപത്യ വ്യവസ്ഥയിൽ ആരെങ്കിലുമൊക്കെ അധികാരത്തിൽ ഇരിക്കണം, വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ അധികാരത്തിനോട് അമിതമായ മോഹം വേണ്ടാന്ന് രാമായണം പഠിപ്പിക്കുന്നുണ്ട്. അത്യാർത്തി വേണ്ട, ആസക്തി വേണ്ട. ഭഗവത്ഗീത മുഴുവൻ വായിച്ചിട്ട് മഹാത്മാഗാന്ധി എഴുതിയ ഗ്രന്ഥത്തിൻ്റെ പേരാണ് അനാസക്തി യോഗം. എന്തൊരു കോൺട്രഡിക്ഷനാ അത്! ആർത്തിയും അത്യാർത്തിയും കൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധം തന്നെ ഉണ്ടാകുന്നത്. എന്നിട്ട് ഗാന്ധി എഴുതിയ പേര് അനാസക്തി യോഗം. അത് വേറൊരു ഫിലോസഫിയാണ്. ഇപ്പോൾ ഇവിടെ വിശദീകരിച്ച് കുറേ സമയമെടുക്കും. പക്ഷെ ഇവിടെ ഭരതൻ കാട്ടിലേക്ക് പോയി ജ്യേഷ്ഠനെ കാണാൻ പോയിട്ട് ഏട്ടാ വരൂ എന്ന് പറഞ്ഞ് രാമൻ വരുന്നില്ല. നീ വന്നത് സന്തോഷപ്രദമായി. പക്ഷെ അപ്പോഴും ഭരതൻ സംശയിക്കപ്പെടുന്നു. ഭരതൻ്റെ വരവ് കണ്ട് ലക്ഷ്മണൻ മലയുടെ മുകളിൽ ഇങ്ങനെ അമ്പം പില്ലം വിളിച്ച് നിൽക്കുകയാണ്. ഭരതൻ യുദ്ധം ചെയ്യാനാണോ വരുന്നത് എന്ന്. അടുത്തെത്തിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. ഇത് യുദ്ധം ചെയ്യാനല്ല, ഏട്ടനെ തിരിച്ചു കൊണ്ടുപോരാനാണ്. രാമചന്ദ്രൻ അനുഗ്രഹിക്കുന്നു, ഉപദേശങ്ങൾ കൊടുക്കുന്നു, സീതാദേവി അനുഗ്രഹിക്കുന്നു. ഭരതൻ രാമൻ്റെ പാദുകവുമായിട്ട് അവിടെ പോകുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് രാമൻ വരുന്നത് വരെ ആ പാദുകത്തിനെ സിംഹാസനത്തിൽ വെച്ചിട്ടാണ് പൂജിച്ചിട്ടാണ്
രാജ്യഭരണം നടത്തിയിട്ട് ശ്രീരാമൻ തിരിച്ചു വന്നപ്പോൾ രാമനെ കൊണ്ട് വാത്മീകി പറയിക്കുന്നുണ്ട്, ഞാൻ പോയതിനേക്കാൾ സമൃദ്ധിയുള്ളൊരു രാഷ്ട്രമായി അയോധ്യ മാറി എൻ്റെ അനിയൻ്റെ കീഴിലെന്ന്. അതാണ് അപ്രീസിയേഷൻ, അതാണ് കോംപ്ലിമെൻറ്റ്സ്, കൺഗ്രാജുലേറ്റ് ചെയ്യാന്ന്. ഇന്ന് ആൾക്കാർക്ക് ഏറ്റവും മടി കൺഗ്രാജുലേറ്റ് ചെയ്യാനാണ്. കുറ്റം പറയാൻ 1000 നാവാ, അഭിനന്ദിക്കാൻ ആരുമില്ല. ഏത് രംഗത്തും അതെ, സകല രംഗങ്ങളിലും. നല്ലൊരു എഞ്ചിനീയർ ഉണ്ടെങ്കിൽ മറ്റേ എഞ്ചിനീയർ വരുമ്പോഴേ ആൾക്കെതിരാകും. ഇതൊക്കെ ഒരു ലോക സ്വഭാവമാണ്. ഇവിടെ അഭിനന്ദിക്കല. അപ്പം ഭരതൻ്റെ ത്യാഗം, രാമൻ്റെ ത്യാഗം, ലക്ഷ്മണൻ്റെ ത്യാഗം, സീതയുടെ ത്യാഗം, ഈ മറ്റു 3 ഭാര്യമാരുടെ ത്യാഗം, ഇതെല്ലാം അൺകണ്ടീഷണലായിട്ട് ചെയ്യുന്ന, ഒന്നും ആഗ്രഹിച്ചിട്ടല്ല. ആ രാമനെയാണ് മഹാത്മാഗാന്ധി നെഞ്ചോട് ചേർത്തത്. എൻ്റെ രാമൻ എൻ്റെ മനസ്സിലാണ്, എൻ്റെ രാമന് താമസിക്കാൻ ഒരു അമ്പലം വേണ്ടാന്ന് രാഷ്ട്രപിതാവ് അതുകൊണ്ടാണ് പറഞ്ഞത്. രാമൻ മനസ്സിലില്ലെങ്കിൽ പിന്നെ രാമൻ എങ്ങനെ അമ്പലത്തിലിരിക്കും? ഇതൊക്കെ വായിക്കാൻ ആരുണ്ട്? ഇതൊന്നും വായിക്കുന്നില്ല എന്നുള്ളതാണ് അപകടം. സർവേപ്പള്ളി രാധാകൃഷ്ണനും അത് തന്നെയാണ് പറയുന്നത്. രാമൻ സർവാഭിരാമൻ, ലോകാഭിരാമൻ. രാമനെ അവതരിപ്പിക്കുന്നത് ആനന്ദാഭിരാമൻ എന്നാണ് വാത്മീകി. ലോകാഭിരാമൻ, ലോകത്തിനെ അഭിരമിപ്പിക്കുന്നവർ, ആനന്ദിപ്പിക്കുന്നവൻ. അങ്ങനെ രാമൻ തിരിച്ചു വന്ന് രാവണ യുദ്ധത്തിലേക്ക് കടക്കുന്നു. തിരിച്ചു വരുമ്പോഴല്ല, അവസാന കാട്ടിലെ വനവാസത്തിൽ വിഭീഷണന്റെ സഹായത്തോടുകൂടി യുദ്ധപ്രഖ്യാപനം നടത്തി യുദ്ധം ആരംഭിക്കുമ്പോൾ ഒരുപാട് യുദ്ധത്തിനെ കുറിച്ചുള്ള വിവരണങ്ങൾ നടത്തുന്നു വാത്മീകി. അമ്പ് അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് വരുന്നു, ഓരോ ആയുധങ്ങളെക്കുറിച്ച് പറയുന്നു, എല്ലാം പറഞ്ഞ് അപ്പോൾ അവിടെ വേറൊരു ചിന്ത നമുക്കുണ്ടായാൽ ആ ചിന്തിക്കുന്നവരെ കുറ്റം പറയണ്ട. ഇന്ത്യ പല പുരാണങ്ങളിലും കാണാം പുസ്തകം. ഇന്ത്യ നിഷ്കാമകർമ്മികളുടെ നാടാണ്, ഇന്ത്യ സാത്വികന്മാരുടെ നാടാണ്, ഇന്ത്യ മഹാതപസ്വിനിമാരുടെ നാടാണ്, വലിയ സന്യാസിമാരുടെ നാടാണ്. എന്നാൽ ഇന്ത്യയിലെ 2 പുരാണങ്ങളിലും രാമായണത്തിലും മഹാഭാരതത്തിലും എന്താ പറഞ്ഞിരിക്കുന്നത്? യുദ്ധം തന്നെ. പിന്നെ എന്ത് സന്യാസം അവിടെ ഉള്ളു? അതിഭീകരമായ യുദ്ധമാണ് രണ്ട് ഗ്രന്ഥങ്ങളിലും. ലോകത്തിൽ വെച്ച് അർജുനൻ യുദ്ധം ചെയ്യുമ്പോൾ അർജുനന്റെ കൊടിക്കൂറയുടെ മുകളിൽ ഹനുമാനാണ് ചിഹ്നം. അപ്പം അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് ഹനുമാൻ അർജുനൻ കേൾപ്പിച്ചല്ലേ, ഏതാ ഏറ്റവും വലിയ യുദ്ധം നീ കണ്ടത്? ഇതല്ലേ? കൃഷ്ണൻ ഒരു നമ്മൾ അറിയാലോ, കൃഷ്ണൻ്റെ ഒരു ടെക്നോളജി, എല്ലാവരെയും കൊണ്ട് ഇങ്ങനെ കളിപ്പിച്ച് വർത്താനം പറയിപ്പിക്കുക. അപ്പോൾ വ്യാസം പറയിപ്പിക്കുന്നുണ്ട് ഹനുമാൻ, ഇതെന്തൊരു യുദ്ധം? യുദ്ധം എൻ്റെ യജമാനൻ നടത്തിയ യുദ്ധമാണ്, രാമയുദ്ധം, രാവണയുദ്ധം. ലക്ഷക്കണക്കിന് മനുഷ്യന്മാരും ജീവജാലങ്ങളും മരിച്ചു വീഴല്ലേ? 2ാം ലോക മഹായുദ്ധത്തിൽ ഹിറ്റ്ലറും അല്ലെങ്കിൽ എലീറ്റ് പവേഴ്സും മാക്സിസ്റ്റ് പവേഴ്സും നടത്തിയ യുദ്ധത്തിനേക്കാൾ അതിഭീകരമായ യുദ്ധമാണ് അവിടെ നടന്നത്. ചോരച്ചാലുകൾ, കബന്ധങ്ങൾ, മാംസപിണ്ഡങ്ങൾ ചിന്നിച്ചിതറിയിട്ടുള്ള ശ്മശാനമൂകത തളം കെട്ടി നിൽക്കുന്ന യുദ്ധാന്തരീക്ഷം. 18 ദിവസം നീണ്ടുനിന്ന യുദ്ധം, അതിഭീകരമായ യുദ്ധം. ആ യുദ്ധത്തിൻ്റെ അവസാന രംഗത്തിലേക്ക് വിഭീഷണന്റെ സഹായത്തോടുകൂടി ലങ്കാപുരത്തിൻ്റെ മുറ്റത്തേക്ക് രാമൻ കടക്കുന്നു. അതുവരെ രാവണനെ കണ്ടിട്ടില്ല. യുദ്ധം അവസാനിക്കുന്നതിന് 3 ദിവസം മുമ്പെയാണ് നേർക്ക് കാണുന്നത്. അതുവരെ ഇന്ദ്രജിത്തും മേഘനാഥനും ഒക്കെ കാണുന്നുള്ളൂ. ലക്ഷ്മണനെ മോഹാലസ്യപ്പെടുത്തുന്നു മേഘനാഥൻ. അതിശക്തനായ വീരയോദ്ധാവ് രാവണന്റെ മകൻ. കുംഭകർണൻ വരുന്നു. ഇങ്ങനെ ഒരുപാട് പോരാളികളെ കാണുന്നത്. ശ്രീരാമചന്ദ്രൻ വിഭീഷണന്റെ സഹായത്തോടുകൂടി ലങ്കാപുരി കാണുന്നൊരു കാഴ്ചയുണ്ട്, വിവരണമുണ്ട് രാമായണത്തിൽ. മനോഹരമായ വർണ്ണനയാണ് ലങ്കയിൽ വാത്മീകി. രാവണൻ അന്തഃപുരത്തിനെ കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. രാവണൻ എന്ന് പറയുന്ന വീരപുരുഷ കേസരിയെക്കുറിച്ച്, സൂര്യ തേജസ് എന്നുള്ള വാക്കാണ് രാവണനെ കുറിച്ച് ഉപയോഗിച്ചത്. അസാമാന്യമായ തേജസ്സിൻ്റെ, അസാമാന്യമായ പുരുഷവീര്യം, എല്ലാ അർത്ഥത്തിലും സമന്വയിക്കപ്പെട്ടിട്ടുള്ള അപാരമായിട്ടുള്ള വ്യക്തിത്വത്തിൻ്റെ ഉടമയായ ലങ്കാ ചക്രവർത്തി. ഒരു തീരുമാനമെടുത്താൽ വാണുപോലും വ്യതിചരിക്കില്ല. അസന്നിഗ്ധമായ നിലപാടുകളുടെ സന്തത സഹചാരി. തീരുമാനം തെറ്റായേക്കാം, ശരിയായേക്കാം, പക്ഷെ നിന്നിടത്ത് നനങ്ങില്ല രാവണൻ. അതല്ലേ ബാലി ചോദിച്ചത്, എന്തിനാ എന്നെ കൊന്നത്? അങ്ങ് അന്വേഷിക്കാൻ പോയിട്ടുള്ള രാവണന് ഞാൻ എൻ്റെ വാലും കെട്ടിയിട്ട് ഈ കടലിൽ മുഴുവൻ കുളിപ്പിച്ച ആളാ, എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ കൊണ്ടുവരാൻ? അതിനൊക്കെ വേറെ ന്യായം വരുന്നുണ്ട് അവിടെ.
അപ്പൊ അങ്ങനെയുള്ള രാവണനെ പരാജയപ്പെടുത്തിയ ഒറ്റാളേ ഉള്ളൂ, ബാലി മാത്രം. ആ ബാലിയുടെ പരാജയം ഏറ്റുവാങ്ങിയ രാവണനെ കാണുമ്പോൾ ശ്രീരാമചന്ദ്രൻ അത്ഭുത പരതന്ത്രനാവുകയാണ്. അവിടെ എന്തൊരു തേജസ്, എന്തൊരു ഗാംഭീര്യം! ലങ്കാധിപൻ, രാക്ഷസ രാജാവ്, ഈ ഭൂഗോളത്തിൽ രാമരാജ്യത്തിനെ വെല്ലുവിളിക്കാനുള്ള ഏക ശക്തിയുള്ള രാജാവ്, ശിവന്റെ അനുഗ്രഹം കിട്ടിയിട്ടുള്ള രാജാവ്. അങ്ങനെയുള്ള രാവണനെ കണ്ടപ്പോൾ ആത്മീകിയുടെ വിവരണം, സൂര്യനും ചന്ദ്രനും തിളങ്ങുന്ന ആ ലങ്കയുടെ എല്ലാ മണൽത്തരികളിലും ലങ്കയുടെ എല്ലാ അന്തരീക്ഷത്തിലും പ്രഭാപൂരം വെട്ടിത്തിളങ്ങുമ്പോൾ ആ സൂര്യപ്രഭയെ അതിജീവിക്കുന്ന പ്രഭയുമായി ഉംബർഗോൻ ലങ്കാധിപൻ കടന്നു വരുമ്പോൾ വിസ്മയപൂരമായിട്ടുള്ള കണ്ണുമായി രാമൻ നോക്കി നിന്നു പ്രതിപക്ഷ നേതാവിനെ. ഭരണപക്ഷം എങ്ങനെ പ്രതിപക്ഷത്തോട് പെരുമാറണമെന്ന് വാത്മീകി അതിൽ എഴുതി വയ്ക്കുന്നുണ്ട്. എന്നത് നമ്മൾ പഠിച്ചിട്ടേ ഇല്ല. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 76 വർഷമായി, ഇതുവരെ പതറിയില്ല ആൾക്കാർക്ക്. ഭരണകക്ഷിക്ക് പ്രതിപക്ഷ കക്ഷികളോട് പെരുമാറാൻ അറിയില്ല ജനാധിപത്യ രീതിയിൽ. ഇതാണോ എൻ്റെ ഏട്ടൻ? അതെ, അസാമാന്യമായ പൗരുഷം, അസാമാന്യമായ തേജസ്, ഉള്ളിൽ ഭയമുണ്ട് രാമന്. അതാണ് പിന്നീട് ഉപയോഗിക്കുന്നത്. ഇത്രയും പൗരുഷമുള്ള, ഇത്രയും അസാമാന്യമായിട്ടുള്ള തേജസ്സുള്ള രാവണനെ കണ്ട് സീത മോഹിച്ചിട്ടുണ്ടെങ്കിലോ? അതാണ് ആദ്യത്തെ പ്രാവശ്യം കാട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള കാരണം. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് എന്താ? ഇവരൊക്കെ മനുഷ്യന്മാരാ, ദൈവമല്ല. മനുഷ്യനെ ഈ വികാരം ഉണ്ടാവുള്ളൂ, ദൈവത്തിനെന്ത് വികാരം? എന്തിനെങ്ങനെയൊക്കെ വിവരിക്കുന്ന വാത്മീകി? ദൈവമാണെങ്കിൽ രാമൻ ഇങ്ങനത്തെ ഒരു വികാരവും വിചാരമൊന്നും വേണ്ടല്ലോ. മമ ആത്മാനാം മനുഷ്യ എന്ന് രാമനെ കൊണ്ട് വാത്മീകി പറയിപ്പിക്കുന്നുണ്ട്. ഞാൻ മനുഷ്യനാണ്. അതെന്താ നമ്മൾ മനസ്സിലാക്കാത്തത്? വിശ്വസിച്ചോളൂ. ഏതേ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു മൂർത്തിയെ വിശ്വസിക്കാം, ഏത് രൂപത്തിനെയും അതൊക്കെ ഓരോരുത്തരുടെ പ്രത്യേക സ്വാതന്ത്ര്യ അവകാശം. പക്ഷേ ഇന്ത്യൻ ദർശനങ്ങൾ വായിച്ചാൽ, ഉപനിഷത്ത് വായിച്ചാൽ, ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചാൽ വിശ്വാസം എന്നുള്ളത് നിങ്ങൾ ഏകീകരിച്ച് നിർത്തണം. അവിടെ നിന്ന് വ്യതിചലിക്കരുത്. ഒരു ദിവസം ഒരമ്പലത്തിൽ പോവുക, വേറെ ദിവസം വേറെ അമ്പലത്തിൽ പോവുക, വേറെ ദിവസം വേറൊരു ദൈവം, വേറെ ദിവസം വേറൊരു ദൈവം. അങ്ങനെ ഉണ്ട് ഒരു വിശ്വാസം. അത് മനസ്സിൻ്റെ ചഞ്ചല സ്വഭാവത്തിനെയാണ് കാണിക്കുന്നത്. ഭാഗവതത്തിൽ പല ആയിരക്കണക്കിന് കഥയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു കഥയിൽ കൃഷ്ണനും അർജുനനും കൂടി ഇങ്ങനെ യമുനാ നദീ തീരത്ത് കൂടെ നടന്നു പോകുമ്പോൾ നദിയിലെ വെള്ളം ഇങ്ങനെ പൊന്തി വരും. കുറച്ച് കഴിഞ്ഞാൽ വെള്ളം താഴും, പിന്നെയും പൊന്തും. അർജുനന് പേടിയാവാൻ തുടങ്ങി. ഇതുപോലെ വെള്ളപ്പൊക്കമൊറ്റ വരികയാണോ? ഇപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, വെള്ളപ്പൊക്കം ഒന്നുമല്ല, കുറച്ചുകൂടി നടക്കാം നമുക്ക്. കുറച്ചുകൂടി നടന്നങ്ങോട്ട് കിലോമീറ്ററുകളാണ് പോയപ്പോൾ കാണുന്നത് ഒരു മനുഷ്യൻ വെള്ളത്തിൽ മുങ്ങുമ്പോൾ ആ വെള്ളമുണ്ട് പൊന്താം, മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ ഘന അനുസരിച്ച്. നോക്കുമ്പോൾ ഏട്ടനാ ഭീമസേനൻ, 10,000 ആനയുടെ ശക്തിയുള്ള മൂപ്പര് താഴുമ്പോൾ വെള്ളം പൊന്തും. അപ്പം പൊന്നിട്ട് 5 മിനിറ്റിനുള്ളിൽ മൂപ്പര് പഴയ കാരണവന്മാരൊക്കെ ഉണ്ടല്ലോ, വെള്ളത്തിൽ മുങ്ങിയിട്ട് വെള്ളം കുറച്ചെടുത്ത് അന്തരീക്ഷത്തിലേക്ക് അർപ്പിക്കും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭീമൻ അങ്ങനെ അർപ്പണം ചെയ്യുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. 5 മിനിറ്റേ ഉള്ളൂ മൂപ്പരുടെ പ്രാർത്ഥന. അത് കഴിഞ്ഞ് അവിടുന്ന് കയറിപ്പോകും. ഭീമൻ ഇവരെ കാണുന്നില്ല, ഇവർ ഭീമനെ കാണുന്നുണ്ട്. അപ്പോൾ അർജുനൻ പറയും, ഏട്ടപ്പം എന്താ ചെയ്ത? 5 മിനിറ്റ് പ്രാർത്ഥിച്ചു അങ്ങേ. ഞാനിവിടെ 24 മണിക്കൂറും നാരായണ നാരായണ എന്നിട്ട് അങ്ങയുടെ പിന്നാലെ നടക്കല്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ ഭക്തൻ ഞാൻ തന്നെ അല്ലേ കൃഷ്ണ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറയും, നീ തന്നെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, വ്യാസം പറയിപ്പിക്കുന്നതാണ്. ഈ എഴുതിയ ആൾക്കാരുടെ ഇൻ്റലിജൻസ് നോക്കൂ, അവരുടെ ബ്രില്യൻസ്. അർജുന, ഒരു കാര്യമുണ്ട്, പക്ഷേ എൻ്റെ ഏട്ടൻ 5 മിനിറ്റേ പ്രാർത്ഥിക്കുന്നുള്ളൂ എങ്കിൽ ആ പ്രാർത്ഥന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഞാനും മാത്രമേ ഉള്ളൂ കേട്ടോ. നീ പ്രാർത്ഥിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് പാഞ്ചാലിയെ നോക്കൂ, ഇടയ്ക്കൊന്ന് ദുര്യോധനെ നോക്കൂ, ഇടയ്ക്കൊന്ന് വേറെ ആൾക്കാരെ നോക്കൂ. ഇതെന്ത് ഭക്തി! ഇത് വ്യാസം തന്നെ പറഞ്ഞ കഥയാണ്. അതാണ് അമ്പലത്തിൽ പോകുമ്പോൾ കാണുക. മൂർത്തിയെ ദർശിച്ച് പുറത്തു വരുമ്പോൾ നല്ല സാരി ഇട്ടാ, നല്ല മാലാട്ടാ. ഇതാണ് അമ്പലത്തിൻ്റെ വർത്താനം. ഏത് മതത്തിൻ്റെ ദേവാലയങ്ങളിലും. ആണുങ്ങളാണെങ്കിൽ രാഷ്ട്രീയ വർത്താനമാണ് കോമ്പൗണ്ടുകളിലൊക്കെ. അപ്പോൾ ഭക്തി എന്നാണ് ഇന്നത്തെ സമൂഹത്തിന് അറിയുന്നില്ല. അർപ്പണബോധമില്ല, ആത്മാർപ്പണമില്ല. അവിടെ രാമൻ പറയുന്നത് അതിനെക്കുറിച്ചാണ്.
അപ്പം അത്തരത്തിലുള്ള വലിയ ഈ രാമൻ്റെ ഈ മുന്നോട്ടുള്ള നടത്തത്തിൽ ലങ്കാദ്വീപിനെ കാണുന്ന സമയത്ത് രാമൻ ഇങ്ങനെ വിവരിക്കുന്നത് പ്രതിപക്ഷ ബഹുമാന. യുദ്ധം തുടങ്ങുന്നതിന് മുൻപേ രാമൻ ആദ്യത്തെ അമ്പെയ്യുന്ന എവിടേക്കാണല്ലോ അറിയോ? പ്രതിപക്ഷ നേതാവിൻ്റെ രഥത്തിൻ്റെ ചുവട്ടിലേക്ക് സല്യൂട്ട് ചെയ്യണം. ഇതൊക്കെ വാത്മീകി എഴുതണമെങ്കിൽ അപാരമായ ഒരു രാഷ്ട്രീയം വാത്മീകി വരച്ച് കാണിക്കുന്നു. നോക്കൂ, ഇന്ന് ഭരണാധിപനും പ്രതിപക്ഷ നേതാവും കണ്ട് അങ്ങോട്ടും കൊണ്ടും അട്ടഹാസവും ആക്രോശമായി. നമ്മൾ എവിടേക്ക് പോകും? നമ്മൾക്ക് എന്താ ഈ സംസ്കാരമൊക്കെ ഇല്ലാതെയായത്? നമ്മുടെ സാംസ്കാരികമായ ഔന്നത്യ ചിന്തകളൊക്കെ എവിടേക്ക് പോകുന്നു? രാഷ്ട്രീയമാകാം, പക്ഷെ രാഷ്ട്രീയത്തിൻ്റെ മൂല്യങ്ങൾ കളയണമെന്ന് എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഏത് ജോലിയിലും അതിൻ്റെ മൂല്യങ്ങൾ കളയണമെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഡോക്ടർമാരും എഞ്ചിനീയർമാരും രാഷ്ട്രീയക്കാരും ടീച്ചർമാരും ഒക്കെ പണത്തിൻ്റെ പിന്നാലെ പോയാൽ ഒന്നും ഒരു മൂല്യമില്ല, എവിടെയും മൂല്യമില്ല. ഇന്ന് പണാധിപത്യമാണ്, ജനാധിപത്യമല്ല. രാമൻ ഒരു പണത്തിനും വേണ്ടി നിന്നിട്ടില്ല, ഒരു അധികാരത്തിനും വേണ്ടി നിന്നിട്ടില്ല, അതിലെ കഥാപാത്രങ്ങൾ ഒന്നും നിന്നിട്ടില്ല. അങ്ങനെ ലങ്കാധിപനെ കണ്ട് അവസാനം ലങ്കാധിപൻ യുദ്ധത്തിൽ മരിക്കുന്നു. ആ മരിച്ച് മരണസമയത്ത് അന്ത്യശ്വാസം വലിക്കുന്നതിന് മുൻപേ ഭൂമിക്ക് താങ്ങാനാവാത്ത ഭാരമാണ് രാവണൻ്റെ. ലങ്കാധിപൻ വീഴുമ്പോൾ ഭൂമി കിട്ടുകിട്ട വിറയ്ക്കുകയാണ്. ലങ്കാധിപനൊന്ന് ചുവട് വെച്ചാൽ തന്നെ ഭൂമിയുടെ താളം തെറ്റും. ആ വീരപുരുഷ കേസരി വീണ് കിടക്കുമ്പോൾ രാമൻ ലക്ഷ്മണനോട് പറയുകയാണ്, അടുത്ത് ചെല്ല്, രാഷ്ട്രതന്ത്രജ്ഞത പഠിപ്പിച്ചു തരാൻ പറയേ. രാജ്യഭരണം എങ്ങനെ നടത്തണമെന്ന് രാവണനോട് പോയിട്ട് ഉപദേശം തേടുക ലക്ഷ്മണന്. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ അങ്ങനെ ഒരു ഭരണാധിപനെ? അതാണ് വാത്മീകിയുടെ ബ്രില്യൻസ്. ലക്ഷ്മണൻ പോയി ചോദിക്കുകയാണ് മരണാസന്നനായി കിടക്കുന്ന രാവണനോട് രാവണന് ഉപദേശിച്ചു കൊടുക്കുക പൊളിറ്റിക്കൽ സയൻസ്. എന്തൊരു വിശാലമായ സാംസ്കാരിക ഹൈറ്റാണത് കാണിച്ചു തരുന്നത്. ഇന്ന് അവനാൻ്റെ പാർട്ടിയിലുള്ളവരുടെ തന്നെ അങ്ങോട്ടും മുണ്ടില്ല, എന്നിട്ടല്ലേ പ്രതിപക്ഷത്തിനോടുമുണ്ട് അല്ലെങ്കിൽ ഭരണപക്ഷത്തോടുമുണ്ട്. ഇതൊക്കെ കാരണം നമ്മുടെ ഉന്നതമായിട്ടുള്ള ദർശനങ്ങളെയും ചിന്തകളെയും ചരിത്രത്തിനെയും നമ്മൾ വിസ്മരിക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ മടങ്ങി വരുന്നു രാമൻ വിജയശ്രീലാളിതനായ വിഭീഷണനെ രാജാവായി അഭിഷേകം ചെയ്ത് തിരിച്ചു വരുമ്പോൾ അയോധ്യാധിപനായി പട്ടാഭിഷേകവും കഴിഞ്ഞ് അശ്വമേധയാഗവും നടത്തിയിട്ട് രാജ്യഭരണം നടക്കുന്ന സമയത്താണ് പൊതുജനങ്ങളുടെ അഭിപ്രായത്തിനെ മാനിക്കണം എന്നുള്ള ചിന്തയുടെ ഫലമായിട്ട് സീതയെ ഉപേക്ഷിക്കുന്നത്. വാത്മീകി ആശ്രമത്തിൽ സീതയെ ലക്ഷ്മണൻ കൊണ്ടുപോയി ആക്കുമ്പോൾ സീത ഗർഭിണിയാണ്. രണ്ടാമത്തെ പ്രാവശ്യമാണ് ആ വനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. അവിടെ നിന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ലങ്കാ യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവിടെ വെച്ച് അഗ്നിശുദ്ധി വരുത്തിച്ചു. നേരത്തെ പറഞ്ഞ ഉദാഹരണം രാവണന്റെ കൊട്ടാരത്തിലാണ്, ശിംശിഭാവൃക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സംശയമുണ്ട് ജനങ്ങൾക്ക്, അവിടെ നിന്ന് അഗ്നിശുദ്ധി വരുത്തിച്ചു. എന്തൊരു പുരുഷ മേധാവിത്വം നോക്കൂ. ചോദ്യം ചെയ്യുന്നില്ല ആരും. തിരിച്ചു വന്ന് വീണ്ടും തന്നെ ജനങ്ങൾ പറയുന്ന കേട്ട് വീണ്ടും ഉപേക്ഷിക്കുക. അങ്ങനെ സീത പ്രസവിക്കുന്നു. ലവകുശന്മാർ വളർന്ന് വലുതായപ്പോൾ രാമകഥ പഠിപ്പിച്ചു കൊടുക്കുന്നു വാത്മീകി. കൊട്ടാരത്തിൽ വരുന്ന കുട്ടികൾ പാടുന്നു രാമകഥ. എല്ലാ മഹാമുനിമാരും അവിടെയുണ്ട്, വസിഷ്ഠനടക്കം. രാമകഥ പാടിപ്പാടി കുട്ടികൾ രാമനെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ രാമൻ അങ്ങനെ തല ഉയർത്തി നോക്കുന്നുണ്ട്. കഥ പാടിക്കഴിഞ്ഞപ്പോൾ വസിഷ്ഠൻ എണീറ്റെന്ന് ചോദിച്ചു, കഥ മനസ്സിലായോ രാമ? ആരായി കുട്ടികളെന്ന് മനസ്സിലായോ? മിണ്ടുന്നില്ല. അപ്പോഴാണ് വാത്മീകി സീതയുടെ കൈ പിടിച്ച് കടന്നു വരുന്നത്. എന്തൊരു മനോഹരമായ രംഗമാണെന്ന്. ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ദുഃഖത്തിൻ്റെ പടുകുഴിയിലാണ് രാമായണം ചെന്ന് പതിക്കുന്നത്. ഇവളെ നിനക്കറിയുമോ? ഒരു ചോദ്യം. ആരാ ചോദിക്കുന്നത്? ഇത് എഴുതിയാള്. ഇത് എഴുതിയാൾ കഥാപാത്രമായിട്ട് രംഗത്ത് പ്രവേശിക്കുകയാണ്. ആ എഴുതിയാൾ പറയുന്നു, ഇവളെ അറിയുമോ? മഹാതപസ്വിനിയാണിവൾ, പവിത്രയാണിവൾ, പരിശുദ്ധയാണിവൾ. നിന്നേക്കാൾ പരിശുദ്ധി ഞാൻ ഇവളിൽ കാണുന്നു. ഞാൻ ഇത്രകാലം അനുഷ്ഠിച്ച തപസ്സിൻ്റെ ഫലമായിട്ട് എന്തെങ്കിലും തപശക്തി എന്നിൽ അവശേഷിക്കുന്നുണ്ടെങ്കിൽ രാമ, ഞാനിതാ പറയുന്നു, സീത പതിവ്രതയാണ്. സീത ത്യാഗത്തിൻ്റെ, സീത സഹനശക്തിയുടെ, സീത ക്ഷമയുടെ ഏറ്റവും വലിയ പ്രതീകമാണ്. ആ വഴിയാണ് ജനത തിരഞ്ഞെടുക്കേണ്ടത്. അതുകൊണ്ട്
സീതായനമാണ് വഴി, രാമായണമല്ല. സീതയുടെ വഴിയാണ് വേണ്ടത്, രാമൻ്റെ വഴിയല്ല. ഇതെന്താ നമ്മുടെ നാട്ടിലാരും പറയാത്തത്? മഹാകവി പറഞ്ഞതല്ലേ ഇത്? അല്ല, മഹാകവിയല്ല, മഹർഷി. ആദ്യകാവ്യം രചിച്ച വാത്മീകി എഴുതിയതാ. പിന്നെ വാത്മീകി രാമനെ ശപിക്കുകയാണ്, എന്ത് പര്യാദ പുരുഷോത്തമനാ നീ, ജനങ്ങളുടെ വാക്ക് കേട്ട് പട്ടമഹർഷിയെ ഉപേക്ഷിക്കുന്നവൻ. കഥ എഴുതിയ ആളെന്നെ പിന്നെ ശകാരിക്കുകയാണ് കഥാപാത്രത്തിന്. സീതാദേവി വല്ലാതെ ദുഃഖിതയായി, വല്ലാതെ മ്ലാനവദനയായി, തൻ്റെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ക്ഷോഭമൊക്കെ നിയന്ത്രിച്ചുകൊണ്ട് അങ്ങ് വീണ്ടും എന്നെ സംശയിക്കുന്നു, എന്നെ അപമാനിക്കുന്നു, ഇനി അങ്ങ് സ്വീകരിച്ചാലും ഞാനില്ല അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അപ്രത്യക്ഷമാകുന്നു. മുഖത്ത് നോക്കി ചോദിക്കുന്നു രാമചന്ദ്രൻ്റെ, ഇതാണോ നിങ്ങളുടെ മര്യാദ? വാത്മീകി ചോദിപ്പിക്കുക. അധികാരത്തിൻ്റെ മുഖത്ത് നോക്കി ലോക ചരിത്രത്തിൽ അനീതിക്കെതിരെ, അധർമ്മത്തിനെതിരെ, ദുരധികാരത്തിനെതിരെ ആദ്യം ചോദ്യം ഉന്നയിച്ചത് ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ പേരാണ് സീത. എന്താ സഹോദരിമാരൊന്നും ചോദിക്കാത്തത് അനീതിക്കെതിരായിട്ട്, ഈ സമൂഹത്തിലുള്ള അനീതിക്കെതിരായി? ആണുങ്ങൾ തന്നെ ചോദിക്കുന്നില്ല, പിന്നെ അങ്ങനെ സ്ത്രീകൾ ചോദിക്കാൻ പറ്റില്ല? ആരുമുണ്ടെന്നു ഇന്നത്തെ അനീതിക്കെതിരായി, അധർമ്മത്തിനെതിരായി പലതരത്തിലുള്ള അനീതികളും അധർമ്മവും നടക്കുന്നു എല്ലായിടത്തും. പൊന്നാനിയിലും നടക്കുന്നു, എല്ലായിടത്തും നടക്കുന്നു സമൂഹത്തിൽ. Nobody is responding, everybody is silent. മിണ്ടുന്നില്ല ആരും. പ്രതികരിക്കാനും പ്രതിരോധിക്കാനുമാണ് വാത്മീകി രാമായണം പഠിപ്പിക്കുന്നത്. പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർത്താനാണ് പഠിപ്പിക്കുന്നത്. സഹജീവി സ്നേഹമാണ് പഠിപ്പിക്കുന്നത്. ത്യാഗസുലഭമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് പഠിപ്പിക്കുന്നത്. മറ്റുള്ളവന് വേണ്ടി ത്യാഗം ചെയ്യുക, സ്വാർത്ഥതയ്ക്ക് വേണ്ടി ത്യാഗം ചെയ്യണ്ട, ത്യജിച്ചുകൊണ്ട് ത്യാഗം ചെയ്യുക. ആ പാതയാണ് ഗാന്ധിജി തിരഞ്ഞെടുത്തത്. അതേ രാമൻ വാണരുളി വാണരുളി അവസാനമെത്തിയപ്പോഴേക്കോ മഹാമഹർഷിമാർ വന്ന് പറഞ്ഞു, ബ്രാഹ്മണ കുട്ടികൾ മുഴുവൻ മരിക്കുന്നു നാട്ടിൽ. അപ്പോൾ എന്താ കാരണം എന്ന് പറഞ്ഞാൽ, ശൂദ്രൻ തലകീഴായി നിന്ന് തപസ് ചെയ്യുന്നു. അങ്ങനെയാണ് രാമൻ അപ്പോൾ ഇറങ്ങിപ്പുറപ്പെട്ട് ശംഭൂകൻ എന്ന ശൂദ്രൻ്റെ തല വെട്ടുന്നത്. ചോദിച്ചു, നീ ജാതി എന്താ? ശൂദ്രൻ. കാരണം ശൂദ്രന് തപസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അവിടെ വീണ്ടും ചരിത്രകാരന്മാർ പറയുന്നത്, ഇത് മനഃപൂർവ്വം ബ്രാഹ്മണാധിപത്യത്തിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എഴുതപ്പെട്ട രംഗമാണ്. വാത്മീകി എഴുതിയതാവണമെന്നില്ല. അല്ലെങ്കിലും ചരിത്രകാരന്മാർ പറയുന്നുണ്ട്, സുന്ദരകാണ്ഡവും ബാലകാണ്ഡവും വാത്മീകി എഴുതിയതല്ലാന്നും. ആനന്ദ് സ്വരാജ് എന്ന് പറഞ്ഞ പണ്ഡിതൻ എഴുതുന്നുണ്ട്. പല പണ്ഡിതന്മാരുണ്ട്. അങ്ങനെ ഒരുപാട് പണ്ഡിതന്മാരുടെ ചരിത്രത്തിൽ ഇതൊക്കെ കാണാം. അപ്പം ആ ചാതുർവർണ്യമാണ് ഇന്നും നിലനിൽക്കുന്നത്. അതാണ് എഴുത്തച്ഛൻ പാടിയത്. ജാതിമത ഭേദാദികൾക്കല്ല, എല്ലാവർക്കും പാടാം രാമമന്ത്രം. എന്തൊരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തിരൂരിലിരുന്ന് നവോത്ഥാന നായകൻ എഴുത്തച്ഛൻ ചൊല്ലി. ബ്രാഹ്മണനും ക്ഷത്രിയനും മാത്രമല്ല, ശൂദ്രനും മൃദുമതിയായ സ്ത്രീക്കും ദാഹകനും പതിതനും ചൊല്ലാം രാമമന്ത്രം എന്ന് എഴുതിയിട്ടുള്ള തുഞ്ചത്താചാര്യൻ്റെ രാമായണമാണ് നമ്മൾ പഠിക്കേണ്ടത്. ജാതിയില്ല അവിടെ, മതമില്ല അവിടെ, മനുഷ്യനാണ് വലുത് എന്ന് പഠിപ്പിക്കുന്നു രാമായണം. ആ മാനവികതയെ ചേർത്ത് പിടിക്കാനാണ് രാമായണം നമ്മളോട് പറയുന്നത്. അതാണ് വാത്മീകിയുടെ ബ്രില്യൻസ്, തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ബ്രില്യൻസ്. ആ തുഞ്ചത്തെഴുത്തച്ഛന് ജാതിയുടെ പേര് പറഞ്ഞാണ് ഇവിടെ നാട് കടത്തിച്ച് എത്രയോ ദൂരത്തേക്ക് പറഞ്ഞയച്ച് അദ്ദേഹത്തിനെ വധശിക്ഷയ്ക്ക് വിധിക്കാത്തത് അടവാഞ്ചേരി തമ്പ്രാക്കൾ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ്. ജാതിയുടെ പേരിൽ ക്രൂരമായിട്ടുള്ള സാമൂഹിക ഭ്രഷ്ടടക്കം വെളുത്തു വാങ്ങേണ്ടി വന്ന മഹാമലയാള ഭാഷയുടെ ആചാര്യനായ തുഞ്ചത്തെഴുത്തച്ഛന് പോലും ജാതിയുടെ ഭീകരത അനുഭവിക്കേണ്ടി വന്നു. ഇത് എഴുതിയ ആൾക്ക് തന്നെ. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ രാമായണം നമ്മളെ മനുഷ്യനാകാൻ പഠിപ്പിക്കുന്നു, മാനവികത എന്താണെന്ന് പഠിപ്പിക്കുന്നു, ത്യാഗവും സഹനശക്തിയും ക്ഷേമവും അല്ലെങ്കിൽ എങ്ങനെ ജീവിതത്തിൽ ഉന്നത മൂല്യങ്ങൾ കൈകൊണ്ടുകൊണ്ട് മനുഷ്യ സേവനത്തിനായി ഇറങ്ങിത്തിരിക്കണമെന്ന് പറയുന്ന ഉദാത്ത ഗ്രന്ഥമാണ് രാമായണം. രാമായണത്തിൽ ഹിന്ദുവുമില്ല, മുസ്ലിമുമില്ല, ക്രിസ്ത്യാനിയുമില്ല. വാൽമീകി ചോദിച്ചത് ഒരു മനുഷ്യനെ പറയുന്നതിനാണ്, അല്ലാതെ ഹിന്ദുവിനെ കുറിച്ച് പറയുന്നതല്ല പറഞ്ഞത് നാരദനോട്. അന്ന് ഹിന്ദുമതമേ ഇല്ല, ഒരു ഗ്രന്ഥത്തിലും എഴുതപ്പെട്ടിട്ടില്ല. അപ്പൊ ഈ ബ്രാഹ്മണിക് ഐഡിയോളജി അതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. ചാതുർവർണ്ണത്തിന്റെ ഭീകരമായ ആധിപത്യം ഇന്നും ഇന്ത്യയിൽ നിലനിൽക്കുന്നു. യൂറോപ്പിൽ അവരുടെ മതത്തിന്റെ ആധിപത്യമുണ്ട്, ഈ ബ്രാഹ്മണിക്കൽ ഐഡിയോളജീസ്.
അപ്പം അത്തരത്തിലുള്ള ഈ ദുർവ്യാഖ്യാനങ്ങൾ കാണുമ്പോൾ നമ്മൾ വസ്തുനിഷ്ഠമായിട്ട് ചിന്തിക്കണം. ഭക്തന്മാർക്ക് ഭക്തി, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ദൈവത്തിനെ ഭക്തി പുരസ്സരം സമീപിക്കാം, അവരോട് ആർപ്പാർപ്പണം നടത്താം. അതൊക്കെ യഥാർത്ഥ ഭക്തിയോടുകൂടി മതത്തിൻ്റെ ഉന്നത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിക്കണം. അല്ലാതെ ആചാര അനുഷ്ഠാനങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിച്ചാൽ രാഷ്ട്രം ശിഥിലമാകും. ആചാരമല്ല മതം, വഴിപാടുകളല്ല മതം. രാമന് വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ ആരും ഒരു വഴിപാട് നടത്തിയിട്ടില്ല, വാത്മീകി കാണിച്ചു തന്നിട്ടില്ല. ഉയർന്ന മൂല്യങ്ങളെയാണ് വാത്മീകി കാണിച്ചു തരുന്നത്. വാത്മീകിയോട് ചോദ്യമുണ്ട് സപ്തർഷികൾ വരുമ്പോൾ. എല്ലാവരെയും ഭക്ഷിക്കുന്ന കാട്ടാളനായിരുന്നു വാത്മീകി എന്നെല്ലാവർക്കും അറിയാം. ഞങ്ങളൊരു ചോദ്യം, നീ ഈ ഭക്ഷിക്കുന്നതൊക്കെ നിൻ്റെ ഭാര്യയ്ക്കും കുട്ടികൾക്കും കൊണ്ടുപോയി കൊടുത്തിട്ട് അവരോട് പോയി ചോദിച്ചു വാ, നീ ചെയ്യുന്ന പാപത്തിൻ്റെ അതിൻ്റെ ഫലം എന്താണെങ്കിലും അവർ കൂടി അനുഭവിക്കുമോ എന്ന് ചോദിച്ചു വന്നപ്പോൾ അവർ പറഞ്ഞു ഞങ്ങളിതിനനുഭവം ഞങ്ങളെ കിട്ടില്ല എന്ന്. അപ്പോഴാണ് വാത്മീകിക്ക് വിജ്ഞാനമുണ്ടാകുന്നത്. തിരിച്ചു വന്ന് മഹാഋഷിമാരോട് പറഞ്ഞു അവരിത് പങ്കിടില്ല എന്ന്. അങ്ങനെയാണ് തപസ്സിലൂടെ മഹാഋഷിയായിട്ട് മാറുന്നത്. അവനവൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ അനുഭവിക്കുമെന്ന് രാമായണം പഠിപ്പിച്ചു തരുന്നു. ഇതിനേക്കാൾ വലിയൊരു ഉപദേശം ഏത് മഹാകവിയാണ് കൊടുത്തിട്ടുള്ളത് ലോകത്തിൽ? അപ്പം അങ്ങനത്തെ വലിയൊരു ഫിലോസഫിക്കൽ ടെക്സ്റ്റാണ് രാമായണം, ഹിസ്റ്റോറിക്കൽ ടെക്സ്റ്റാണ് രാമായണം. അതിനെ വെറും മതപരമായ ഗ്രന്ഥമായിട്ട് കാണേണ്ട ആവശ്യമില്ല. അത് മനുഷ്യകുലത്തിൻ്റെ ഉദാത്തമായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ബ്രാഹ്മണ്യത്തിനെതിരെ, ചാതുർവർണ്ണത്തിനെതിരെ സമത്വ സിദ്ധാന്തം പ്രചരിപ്പിച്ച ഗ്രന്ഥമായിട്ടുള്ള രാമായണം മഹാമര്യാദകളുടെയും ക്ഷമയുടെയും ത്യാഗത്തിൻ്റെയും സഹനശക്തിയുടെയും പ്രതീകങ്ങളായിട്ടുള്ള കഥാപാത്രങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മന്ധര എന്ന് പറയുന്ന ഈ ഏഷണി പ്രയോഗിക്കുന്ന ആൾക്കാർ കൂടിക്കൂടി വരുന്ന സമൂഹത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ പോലും അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് മാറി നിന്നുകൊണ്ട് സ്തുതിപാഠകന്മാരുടെ ഉപദേശം കേൾക്കാതെ, ആശ്രിതവത്സന്മാരെ വളർത്തിക്കൊണ്ടുവരാതെ ഒരു രാജാവ് ഭരിച്ചാൽ രാഷ്ട്രത്തിന് മുന്നോട്ട് പോകാം. സ്തുതിപാഠകന്മാരുടെ കയ്യിലാണ് രാജ്യമെങ്കിൽ രാഷ്ട്രം ശിഥിലമാകുമെന്നുള്ളതിൻ്റെ തെളിവും കൂടിയാണ് രാമായണം. അതാണ് ദശരഥന് പറ്റിയത്. അപ്പോൾ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നു രാമായണം. ആ രാമായണത്തിൻ്റെ അനന്തമായ സാഗരത്തിലേക്ക് നീന്തി തുടിക്കുമ്പോൾ വീണ്ടും വീണ്ടും വിജ്ഞാനത്തിൻ്റെ ഉദാത്തമായിട്ടുള്ള മൂല്യങ്ങൾ നമ്മളെ തേടി വരും. അത് സ്വായത്തമാക്കുക, വായിക്കുക. വായിക്കുമ്പോൾ മനസ്സ് വലുതാകും. മനസ്സ് വലുതാകുമ്പോൾ വിജ്ഞാനത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ വെളിച്ചത്തിൻ്റെ പാതയുണ്ടാകും. ഇരുട്ട് മാറിക്കിട്ടും. ആ ഇരുട്ടിനെ മാറ്റാൻ ഏറ്റവും വലിയ ഉപകരണമാണ് പുസ്തകം, ഗ്രന്ഥങ്ങൾ. പുസ്തകം നമ്മുടെ നിതാന്ത സുഹൃത്താണ്. പുസ്തകത്തിൽ നിങ്ങളോട് ഞാൻ സൗഹാർദ്ദത്തിന് വരണമെങ്കിൽ ഫോൺ വിളിച്ച് ചോദിക്കണം വീട്ടിലേക്ക് വരട്ടെ, അവിടെ ഉണ്ടാവുമെന്ന്. പുസ്തകത്തിനോട് അത് ചോദിക്കണ്ട. പുസ്തകം അവിടെ റെഡി ആയിട്ടിരിക്കുക. എവർ എറ്റേണൽ ഫ്രണ്ട് ഈസ് ബുക്ക്, നോട്ട് ഹ്യൂമൻ ബീങ്. അതാണ് പുസ്തകത്തിൻ്റെ മേന്മ. ആ പുസ്തകത്തിനെ നമ്മൾ സുഹൃത്തായിട്ട് കയ്യിലെടുക്കുമ്പോൾ മനസ്സ് ലോകത്തോളം വിശാലമാക്കാൻ പറ്റുമെന്ന് ഈ യുഗപ്രഭാവന്മാർ മുഴുവൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രാമായണത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ആ വലിയ വിജ്ഞാന സ്രോതസ്സുകൾ നമ്മളിലേക്ക് പകർത്തുക, അതായിരിക്കട്ടെ നമ്മുടെ ജീവിതത്തിൻ്റെ മഹത്തായിട്ടുള്ളൊരു കർമ്മമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രഭാഷണം നടത്താൻ ഇവിടെ ക്ഷണിച്ചതിൻ്റെ ഭാരവാഹികൾക്ക് കൃതജ്ഞത പ്രകടിപ്പിക്കുന്നു. എല്ലാവിധ ആശംസകളും.